ചരിത്രത്തിൽ ഇസ്രായേലിന് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാണ്. യിൽ നിന്ന് പാഠം പഠിക്കണം എന്നാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. അതൊരു ബുദ്ധിപദേശം തന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മളൊക്കെ നിൽക്കുന്ന ആളുകളാണല്ലേ, വീണ ആളുകളല്ല. നിങ്ങൾ ചിലര് താരതമ്യേന അധിക വർഷങ്ങളായിട്ടില്ലാത്തവരാണ്. 10 വർഷം 15 വർഷം ഒക്കെ വിശ്വാസ ജീവിതത്തിലുള്ളവരാണ്. അതെ, വേറെ ചിലര് എന്നെ പോലെയുള്ളവർ അനേക വർഷങ്ങളായി, ഏതാണ്ട് 75 വർഷങ്ങള് വിശ്വാസ ജീവിതത്തില് ആയി എന്ന് പറയാം. 10ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ 83 നടക്കുക. ഇപ്പൊ 75 തൊട്ട് 83. അപ്പൊ ഈ 75 വർഷങ്ങളൊക്കെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നിൽക്കുന്ന ഒരാളിന് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനിയിപ്പോ അങ്ങനെ ഒരു വീഴ്ചയൊന്നും സംഭവിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷെ നമുക്കറിയാം 75 വർഷമായിട്ട് തെങ്ങ് കയറുന്ന ഒരാൾക്ക് ഏത് സമയവും താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ 75 വർഷമായി തെങ്ങ് കയറുകയാണ്, ഇനി എനിക്കൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞ് താൻ അല്പ ലാഘവത്തോടുകൂടെ തെങ്ങ് കയറിയാൽ അതിൻ്റെ അവസാനത്തെ തെങ്ങ് കയറ്റമായിട്ട് മാറാൻ സാധ്യത. പൗലോസ് പറയുന്നത് അത് തന്നെയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവര് വീഴാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ വീഴാതിരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരുപാട് ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ വീണുപോയതായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേ മേഖലകളിൽ അല്ലെങ്കിൽ സമാനമായ മേഖലകളിലാണ് നമുക്ക് വീഴാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അവരെ പറ്റി പറഞ്ഞപ്പോ, അവർ മോഹിച്ചതുപോലെ നാം മോഹിക്കാതിരിക്കേണ്ടതിന്, അവർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കാതിരിക്കേണ്ടതിന്, അവർ മത്സരിച്ചതുപോലെ നാം മത്സരിക്കാതിരിക്കേണ്ടതിന്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതേ മേഖലകളിലാണ്. ഒരുപക്ഷെ വിഷയം അതല്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്ട് അത് തന്നെയാണ്. അവരെ പോലെ നാം വിഗ്രഹാരാധികളാകരുതെന്ന് 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കും, നമ്മുടെ ഇടയിൽ വിഗ്രഹാരാധനയുണ്ടോ? നമ്മുടെ ധാരാളം വിഗ്രഹാരാധനകൾ ഉണ്ട്. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദ്രവ്യാഗ്രഹമായ വിഗ്രഹാരാധന പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ദ്രവ്യാഗ്രഹമുള്ള ആളുകളെയൊക്കെ ദൈവം വിഗ്രഹാരാധികളായിട്ടാണ്. കാരണം മാമോനെന്നും യഥാർത്ഥ സത്യദൈവമെന്നും 2 ദൈവങ്ങളാണ് ലോകത്തുള്ളത്. പണമെന്ന ദൈവവും സത്യദൈവവും. അപ്പോ നിങ്ങൾക്ക് ദൈവത്തെയും മാമനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇപ്പൊ അനേകർ മാമനെ സ്നേഹിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അവര് വിഗ്രഹാരാധികളാണ്. അത്ര വേഗമൊന്നും നമുക്ക് അവരെ തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും നിങ്ങൾ വിഗ്രഹാരാധിയാണ് എന്ന് ലേബൽ ചെയ്തവരെ പുറത്താക്കാനും ഒന്നും കഴിയത്തില്ല. പക്ഷെ അവരങ്ങനെയാണെന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പൊ ദൈവത്തിന് മാത്രമല്ല, പല വിശ്വാസികൾക്കും അറിയാം. പലപ്പോഴും അവര് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വരാത്തതും, സഭായോഗങ്ങൾക്ക് വരാത്തതും, ബൈബിൾ ക്ലാസ്സുകൾക്ക് വരാത്തതും, ക്യാമ്പുകൾക്ക് പോകാത്തതിനെയൊക്കെ പിന്നിലുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമാണ്. പോയാലുള്ള സാമ്പത്തിക ചെലവോർത്ത് പോകാത്തവരുണ്ട്. ആദ്യം ദിവസം ജോലിക്ക് പോയാൽ കൂടുതൽ കാശുണ്ടാക്കാമെന്നുള്ളത് കൊണ്ട് ആ സമയത്ത് ജോലിക്ക് പോകുന്നവരുണ്ട്. പല പല കാരണങ്ങളെല്ലാം ചെയ്യുന്നവരുണ്ട്. അതിനെയൊന്നും ഞാൻ ദൈവാഗ്രഹമുള്ള ആളാണെന്നൊന്നും അവർ പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് കാരണമെന്നുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് ആരെ പ്രതിഷ്ഠിച്ചാലും അതൊരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ദൈവത്തെക്കാൾ കൂടുതൽ സ്വത്തിനെ സ്നേഹിക്കുന്നവരുണ്ട്, ദൈവത്തെക്കാൾ കൂടുതൽ ജോലിയെ സ്നേഹിക്കുന്നവരുണ്ട്. അതെ, ദൈവം വേണോ ജോലി വേണോ എന്നൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം വന്നാൽ ചിലപ്പോൾ ജോലിയാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. നിനക്ക് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണോ അതോ ഇവിടുത്തെ ജോലി വേണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും, ശരി സാർ, ഞാൻ ജോലിക്ക് വരാം. ദൈവത്തെ കളഞ്ഞു ആരാധന കളഞ്ഞൊന്നും ജോലി വേണ്ടത്, ആരും പിരിച്ചുവിട്ടു വിരോധമില്ല എന്ന് പറയാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അവര് വളരെ സൗമ്യമായ ഭാഷയിലൊക്കെയാണ് പറയുന്നത്. എന്താ ജോലിക്ക് മീറ്റിംഗ്, ഞായറാഴ്ച ഈ ജോലിയുണ്ട് പറയാം.
ഞായറാഴ്ച ഡ്യൂട്ടിയുണ്ട്. നീ ഞായറാഴ്ച ഡ്യൂട്ടിയുള്ള ജോലി എന്തിനാ എടുത്തതെന്ന് ചോദിച്ചാൽ ബ്രദറെ ജീവിക്കണ്ടേ? ജീവിക്കണ്ടേ? അപ്പൊ നിനക്ക് ദൈവത്തെ കൂടെ ജീവിക്കാം അല്ലേ? ജോലി കൊണ്ട് ജീവിക്കാൻ ദൈവത്തെ കൂടെ. അങ്ങനെയൊന്നും ചോദിച്ചാൽ അവർ അങ്ങനെയൊന്നും ഒന്ന് വ്യക്തമായിട്ട് പറയില്ല. പക്ഷെ നമുക്കറിയാം അതിന്റെ പിന്നിൽ കിടക്കുന്ന ചേതോവികാരം എന്താണ്. അതുപോലെ പരസംഗം ചെയ്യരുതെന്ന് പറഞ്ഞു. അവരെ പോലെ നിങ്ങൾ പരസംഗം ചെയ്യരുത്. പരസംഗം എന്ന് പറഞ്ഞാൽ ധാർമ്മികത സംബന്ധിച്ച പാപമാണ് പരസംഗം എന്ന് പറയുന്നത്. ലൈംഗിക പാപം മാത്രമല്ല പരസംഗം, അന്യനുമായിട്ടുള്ള സംഘമാണ് പരസംഗം എന്ന് പറഞ്ഞ പരസംഗം എന്നാണ്. നമുക്ക് അനുവാദമില്ലാത്തതായിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നാം ബന്ധപ്പെടുമ്പോൾ അതൊക്കെ അതിൽ വരുന്നതാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് സംതൃപ്തി, ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് അൺഎത്തിക്കലായിട്ടുള്ള സംതൃപ്തി ലഭിക്കുന്നത്. ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് അങ്ങനെ അടുത്തിരുന്ന് വർത്തമാനം പറയുന്നതിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുന്നു. അത് കൂട്ടുകാരനാകാം, കൂട്ടുകാരിയാകാം, അതൊക്കെ പരസംഗത്തിൽ വരുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. പടങ്ങൾ കണ്ട് നമുക്ക് രസിക്കാം, അതും പരസംഗമാണ്. ചിന്തിച്ചുകൊണ്ട് നമുക്ക് രസിക്കാം, അതും പരസംഗമാണ്. ഇങ്ങനെ പല മേഖലകളിൽ പരസംഗം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ അവർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കാതിരിക്കേണ്ടതിന്. ദൈവത്തിന് മന്ന തരാൻ കഴിയുമോ? ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമോ? മരുഭൂമിയെ ദൈവത്തിന് വെള്ളം തരാൻ കഴിയുമോ? അവരങ്ങനെ ദൈവത്തെ പരീക്ഷിച്ചു. ഇന്നുമില്ലേ? ദൈവം വിചാരിച്ചാൽ ജോലി തരാൻ കഴിയുമോ? ദൈവം വിചാരിച്ചാൽ എനിക്ക് മക്കളെ തരാൻ കഴിയുമോ? ദൈവം വിചാരിച്ചാൽ എനിക്ക് വേറൊരു ട്രാൻസ്ഫർ തരാൻ കഴിയുമോ? ദൈവം വിചാരിച്ചാൽ എനിക്കൊരു വീട് തരാൻ കഴിയുമോ? ദൈവം വിചാരിച്ചാൽ എനിക്കൊരു കാർ തരാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ്. കാരണം ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അതൊരു പരീക്ഷ ചോദ്യമാണ്. ദൈവത്തിന് കഴിയുമെന്ന് ഏത് വിശ്വാസിക്ക് അറിയാൻ വയ്യാത്ത സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത വല്ലതും ഉണ്ടോ? ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ സംബന്ധിച്ചതാണ്. ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശക്തിയെ സംബന്ധിച്ചതാണ്. അപ്പൊ അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അവരെ പോലെ നാം പിറുപിറുക്കരുത്. നന്ദി കെട്ട സംസാരം, അതാണ് ഈ പിറുപിറുപ്പെന്ന് പറയുന്നത്. സാഹചര്യത്തിനെതിരെ പറയുക, ഒന്നും ഗുണമില്ല, ഒരുത്തിനും ഗുണമില്ല, ഒന്നും ശരിയല്ല, മഴയാണ്, മഴയില്ല, വെയിലാണ്, ഭയങ്കര ചൂടാണ്. ജീവിതത്തിന്റെ ഓരോരോ സാഹചര്യങ്ങൾക്കെതിരെ നാം നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നതിനായി പിറുപിറുപ്പെന്ന് പറയുന്നത്. അത് ദൈവം തരുന്നതായിരിക്കുന്ന ആ സാഹചര്യങ്ങളും ദൈവം തരുന്നതായിരിക്കുന്ന അനുഭവങ്ങളും നന്ദിയോടെ സ്വീകരിച്ച് നന്ദി പറയുന്നതിന് പകരം, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അതിനെതിരെ പിറുപിറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നുകൊണ്ട് അങ്ങനെയുള്ള ആളുകള്. ഒരു ചെറിയ രോഗം വന്നാൽ മതി, ദൈവത്തിൻ്റെ എത്ര കാലമായി ഞാനിത് അനുഭവിക്കുന്നു, എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാന്നൊക്കെ വെറുതെ പറയല്ലേ. അല്ലെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, മറ്റുള്ളവരോട് ദൈവം കരുണയുള്ളവനാണ്, എന്നോട് എന്താ കരുണ കാണിക്കാത്തത്? ഇങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ പറയും നമ്മുടെ ഓരോരോ ബുദ്ധിമുട്ടുകളിൽ. അപ്പൊ പൗലോസ് പറഞ്ഞു, അവരെ പോലെ നാമും ചെയ്യരുതെന്നാണ്. അവരെ പോലെ നമുക്ക് പറ്റരുത്. അവരിങ്ങനെ വിഗ്രഹാരാധികളായി പ്രസംഗം ചെയ്തു, ദൈവത്തെ പരീക്ഷിച്ചു, പിറുപിറുത്തു, ദുർമോഹികളായി, ഇങ്ങനെ ഓരോരോ പാപങ്ങൾ അവർക്ക് ഉണ്ടായി. ഇന്നും ഒരുപാട് വിശ്വാസികൾക്കുള്ള ഒരു ഭാഗമായ ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദുർമോഹത്തിന് രണ്ട് വശമുണ്ട്. നമുക്ക് അനുഭവിക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത് ദുർമോഹമാണ്. നമുക്ക് വിശ്വാസി എന്ന നിലയിൽ നമുക്ക് അത് അനുവദനീയമായ കാര്യമല്ല, പക്ഷെ നമുക്ക് വേണം. വിശ്വാസികളായി നാം അങ്ങനെ ദുർമോഹിക്കുന്നവരല്ല അധികം പേര്. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്, പക്ഷെ നമുക്കില്ല, വേറൊരാൾക്കുണ്ട്. ഇപ്പൊ നമുക്കൊരു വീടുണ്ട്, പക്ഷേ നമുക്കൊരു വലിയ വീട് വേണം. നമുക്ക് നനയാതെയും സുരക്ഷിതമായി രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു ഭവനമുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വലിയൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അത് തെറ്റാണോ? വലിയൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കും, തെറ്റല്ല. പക്ഷേ എന്തിനാണ് നിനക്ക് ഭവനം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം. എനിക്ക് രാത്രി ഉറങ്ങാൻ അതിനൊരു ഭവനം ഉണ്ടല്ലോ. എനിക്ക് ഒന്നുകൂടെ സുഖമായി കിടന്നുറങ്ങാനാണ്. അല്ല, ഇപ്പോഴത്തെ ഉറക്കത്തിൽ എന്താ സുഖക്കേട്? മെത്ത മോശമാണേത് മാറ്റിയാൽ പോരെ? അല്ലെങ്കിൽ ചൂട് കൂടാണ് ഒരു AC വെച്ചാൽ പോരെ? അതിനിപ്പോ 10-40-50 ലക്ഷം രൂപ മുടക്കി വേറെ വീട് പണിയേണ്ട ആവശ്യമുണ്ടോ? വീട് തെറ്റായതുകൊണ്ടല്ല,
ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന സാഹചര്യത്തിൽ നാം സംതൃപ്തരല്ല. അവരിനുള്ളത് നമുക്ക് വേണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ്. അവരിനുള്ള തെറ്റായ സാധനങ്ങളല്ല, ശരിയായ സാധനങ്ങൾ തന്നെ അത് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ ദുർമോഹം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഒരുപാട് നിലയിലുണ്ട്. പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അത് അതിൽ തന്നെ തെറ്റല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തെറ്റാണ്. കാരണം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമുക്ക് തന്നിട്ടില്ല, മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടൊരു അസൂയയും അവരോടൊരു അസൂയയും, എന്തുകൊണ്ട് ദൈവം എനിക്ക് തരുന്നില്ല, അങ്ങനെയാണ് ഞാൻ നോക്കട്ടെ എനിക്കും ഉണ്ടാക്കാമോ. അപ്പൊ അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നു, അതിനുവേണ്ടി കുടുംബജീവൻ ഉപേക്ഷിക്കുന്നു, അതിനുവേണ്ടി സഭായം ഉപേക്ഷിക്കുന്നു, ബൈബിൾ ക്ലാസ് ഉപേക്ഷിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കട്ടെ എന്നുള്ള നിലയിൽ അങ്ങനെ ദുർമോഹം ഒരു വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും ഇരിക്കുന്നു. ദൈവം നമ്മോട് വളരെ കരുണയുള്ളവനാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് പറഞ്ഞത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഒന്നാമത് പറഞ്ഞത് അസാധാരണമെന്ന് പറയുന്ന യാതൊന്നും നമുക്ക് നേരിടുകയില്ല. മനുഷ്യർക്ക് പതിവല്ലാത്തതൊന്നും നമുക്ക് വരികയില്ല. സാധാരണം എനിക്ക് വേണ്ടി ദൈവം ഇതുണ്ടാക്കി അങ്ങനത്തെ കാര്യമില്ല. എല്ലാ മനുഷ്യരിൽ നാം അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഈ ലോകത്തുള്ള ജനസംഖ്യയിലെ ഒരു ശതമാനമെങ്കിലും അതേ പരീക്ഷ അനുഭവിച്ചുകൊണ്ട് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആഫ്രിക്കയിലോ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ദൈവം അസാധാരണമായൊന്നും നമുക്ക് തരികയില്ല. നമുക്ക് വേണ്ടി മാത്രം ഇതുവരെ ലോകത്തിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് തരുന്ന അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടില്ല. രണ്ടാമത് പറഞ്ഞത് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവം വിശ്വസ്തൻ. നാം പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷകൾ നേരിടുവാൻ കഴിയുന്നതേ തരൂ. അങ്ങനെയാണ്. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മേളിൽ തരുവില്ല. അതുപോലെ തന്നെ വഴി വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നീക്കുപോക്ക് വരുമെന്നാണ് പറഞ്ഞത്. പരീക്ഷകളെ പ്രയാസങ്ങൾ വരുമ്പോ there will be a way of escape. കർത്താവിന്റെ സമയത്തെ അത് കാണിച്ചു തരൂ. പരീക്ഷ കൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നീക്കുപോക്ക് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരി തരികയില്ല. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എനിക്ക് ഒരു രോഗം തന്നെങ്കിൽ ആ രോഗം കൊണ്ട് എന്നെ പഠിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലന് ജഡത്തിലൊരു ശൂലം കൊടുത്തു. പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? നിഗളിച്ചു പോകാതിരിക്കാൻ, നിഗളിക്കാതെ ഇരിക്കാനായിട്ട് ശുശ്രൂഷ ചെയ്യാം. എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നിഗളിച്ചു പോകരുത്. അതിനെ എല്ലാവരോടും സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുമ്പോൾ പൗലോസ് ഇവിടെ ഭയങ്കര വേദന. ഓ, എന്തൊരു വേദന, എന്തൊരു വേദന. അവര് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഈ മനുഷ്യൻ കണ്ടുപോലുമില്ല. കാരണം എന്താണ്? വയറ് ഇപ്പൊ പൊട്ടി പോകുന്നുള്ള വേദനയാ, ചങ്കിന് ഇപ്പൊ പൊട്ടുമെന്നുള്ള വേദനയാ. ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. വിനയത്തോടുകൂടെ നമ്മെ സൗമ്യതയോടുകൂടെ സൂക്ഷിക്കാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി രക്ഷയ്ക്കുള്ള മാർഗം തന്നിട്ടുണ്ട് കേട്ടോ. വീണു പോകാതിരിക്കാനായിട്ടും ഞാനത് ഓടിച്ചു പറഞ്ഞ വിട്ടോടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വിട്ടോടുക, വിവേചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, വേർപാട് പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ സ്വാതന്ത്ര്യം ഏറെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ രക്ഷയെ ലക്ഷ്യമാക്കി നാം നമ്മുടെ സാഹചര്യങ്ങളെ ഉപയോഗിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ചൊക്കെ വിശദമായി പറയേണ്ടതാണ്, പക്ഷെ പറയുന്നില്ല. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിൽക്കുന്നു എന്ന് തോന്നി വീണുപോയ ചില ആളുകളുടെ ചരിത്രമാണ്. പഴയ നിയമത്തിൽ നിന്നാണ്. കാരണം പഴയ നിയമത്തിലെ ചരിത്രം കാണുമ്പോൾ പൗലോസ് എടുത്തു പറഞ്ഞിട്ടെല്ലാം പറയുന്നത് അവരെ പോലെ നാമോ അവരെ പോലെ നാമോ. അപ്പൊ ഈ പഴയ നിയമം നാം വായിക്കുമ്പോ നിൽക്കുന്നു എന്ന് തോന്നി ശക്തന്മാരായ ചില ദൈവദാസന്മാർ വീണുപോയി. അവർ വീണുപോയത് എന്താന്ന് ചോദിച്ചാൽ വീഴാതിരിക്കട്ടെ എന്ന ആ ഒരു പ്രബോധനം അവർ കൈക്കൊണ്ടില്ല. ഇപ്പൊ നോഹയെ തന്നെ നമുക്ക് നോക്കാം. നോഹ ഒരു വലിയ മനുഷ്യനല്ലേ. സർവ്വലോകവും നശിച്ചപ്പം 8 പേരടങ്ങുന്ന തന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടത്. 120 വർഷം കൊണ്ട് ആ പെട്ടകം പണിതെന്നാണ് തോന്നുന്നത്. കാരണം നീതിപ്രസംഗിയായ നോഹ 120 വർഷം പ്രസംഗിച്ചെന്നാണ്. ആ 120 വർഷം പ്രസംഗിച്ചത് ജലപ്രളയം വരുമെന്ന് പറഞ്ഞ കാലം തുടങ്ങി നോഹ പെട്ടകം പണിതത്. ചിലർ പറയുന്ന നോഹ പെട്ടകം പണിതായിരുന്നു പ്രസംഗമെന്ന്. കാരണം ആളുകൾ കണ്ടു മഴയില്ലാത്ത ദേശത്ത് കരയ്ക്ക് വെച്ചൊരു പെട്ടകം പണിതു. ഇത് മഴ പെയ്ത് ആകാശത്തുനിന്ന് വെള്ളം വീഴുമെന്നും വെള്ളം വീണ് പൊങ്ങിയിട്ട് ഈ പെട്ടകം പൊങ്ങുമെന്നും ഒക്കെ പറഞ്ഞ് ഈ ഭോഷത്വം കാണാനായിട്ട് ആളുകൾ വന്നു. വന്നവരോടൊക്കെ നോഹ പറഞ്ഞു സൂക്ഷിച്ചോ സൂക്ഷിച്ചോ എന്ന്. അതോ ഇനി അദ്ദേഹം
ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചോ എനിക്കറിയില്ല. ഏതായാലും ആ പ്രളയത്തിൽ കൂടെ രക്ഷപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഒരു വീഴ്ച വരിക എന്ന് പറയുന്നത് ആരെങ്കിലും വിചാരിക്കുന്നു? തന്റെ സന്തതികളെ പോലും നശിച്ചു പോകത്തക്ക വണ്ണം ഗൗരവേറിയ ഒരു പാപത്തെ ചെയ്യുമെന്നും തനിക്കൊരു വീഴ്ച വരുമെന്നും ആരെങ്കിലും വിചാരിച്ചാലേ, ഇത്ര വലിയൊരു ഇത്ര വലിയൊരു സംഘർഷത്തിൽ കൂടെ കടന്നുപോയി ആ ജലപ്രളയം എന്ന് പറഞ്ഞാൽ പെട്ടകം പടുത്ത് തന്നെ കാര്യം. പിന്നെ അതിൻ്റെ അകത്ത് കയറി ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള സഹവാസം, 1 വർഷം നീളുന്നതായിരിക്കുന്ന മഴ, പെട്ടകം അങ്ങനെ ഉയർന്നു, വെള്ളം, യാതൊരു മനുഷ്യവാസവും ഇല്ല. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം വളരെ പ്രസാദിച്ചു. യാഗത്തിന്റെ മണം കൊണ്ട് ദൈവം ഒരു ഉടമ്പടി തന്നെ ചെയ്തു. നോഹയ്ക്കും കവനൻസ്, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അടയാളമായിട്ട് മഴവില്ല് വെച്ചു. ഇനി ഞാൻ ലോകത്തെ മുഴുവൻ ചെറുപ്രളയം കൊണ്ട് നശിപ്പിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നോഹ എവിടെയാ കാണുന്നത്? കിടക്കുന്ന വീഞ്ഞ് കുടിച്ച് പൂസായി. തൻ്റെ കൊച്ചുമകൻ, ഇളയ മകൻ എന്ന് പറഞ്ഞത് തൻ്റെ മകനല്ല. കാരണം ഷേം, യാഫേത്താണ് ഇളയ മകൻ. യാഫേത്ത് അല്ല കണ്ടത്, ഹാമാണ് കണ്ടത്. അപ്പൊ ഹാമിന്റെ മകൻ കനാൻ, അവനെയാണ് ശപിക്കുന്നത്. അപ്പൊ കനാനെ നോക്കിയപ്പോ വല്യപ്പൻ ഇങ്ങനെ നഗ്നായി കിടക്കുന്നു. കനാന് വലിയ രസം തോന്നി. ഒരു സ്വർഗ ചിന്താഗതിയുള്ള മനുഷ്യനായിരുന്നു. അവന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ടു. അപ്പനും വളരെ രസമായിട്ട് തോന്നി. അപ്പൻ ചെന്ന് മറ്റുള്ളവരെ കണ്ടു, ഇടപാടാകാം അപ്പനെ. പക്ഷെ അവര് അതിനെതിരെ പ്രവർത്തിച്ചു. അപ്പൊ തൻ്റെ ഇളയ മകൻ, തൻ്റെ ചെറുമകൻ ചെയ്തത് നോഹ അറിഞ്ഞപ്പോ അവനെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടു. കനാൻ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്നും കനാനിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന കനാന്യരാണ് ഈ കനാൻ. കനാന്യരുടെ അപ്പനാണ് കനാൻ എന്ന് പറയുന്നത്. ചില ആളുകൾ അത് ബ്ലാക്ക് പീപ്പിൾ ആണെന്നൊക്കെ പറയാറുണ്ട്. കാരണം ഹാമിൽ നിന്നാണല്ലോ കറുത്തവരുണ്ടായത്. കറുത്തവരെ ശപിച്ചില്ല, ഹാമിനെ ശപിച്ചില്ല. കനാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ മകനെയാ ശപിച്ചത്. അതിനുവേണ്ടിയാണ് അവരെ നശിപ്പിച്ച് കളഞ്ഞത്. ഒറ്റ കനാന്യൻ ലോകത്ത് വെച്ചേക്കരുതെന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് അവരെ മുഴുവൻ മുൻപുള്ള ചെന്നു. ഹിത്യര്, ഹീവര്, അമോര്യർ, പെരിസ്യർ, ഇവരെല്ലാം കനാന്യരാണ്. അവരെ മുഴുവൻ നശിപ്പിച്ചേക്കാൻ പറ. കാരണം കനാന്റെ പാപം എന്ന് പറഞ്ഞാൽ നീചമായ പാപമാണ് എന്ന് പറയുന്നതായിരിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റിയും അതോട് ചേർന്നതായിരിക്കുന്ന എല്ലാ പാപങ്ങളും കനാലിൽ നടമാടി. അപ്പൊ ഇത് നോഹയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്, അല്ലേ? വീഞ്ഞമിതമായി കുടിക്കുമ്പോൾ നോഹയ്ക്ക് ന്യായമായി ചിന്തിക്കാവുന്നതാണ്, വീഞ്ഞിങ്ങനെ ഞാൻ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ സുബോധം കെടും. സുബോധം കെട്ടാൽ അത് ശരിയാവില്ല, ഞാനൊരു ഭക്തനായ മനുഷ്യനാണ്. അപ്പൊ അത് സംഭവിച്ചു. നോഹ അത് ഓർത്തില്ലെങ്കിൽ നോഹ ഓർക്കേണ്ടതാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നത് വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നോഹയെ സൂക്ഷിച്ച്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നോഹയല്ല, പക്ഷേ നോഹയുടെ സന്താന പരമ്പരകളിൽ ഒരു വലിയ ഭാഗം ശപിക്കപ്പെട്ടവരായിട്ട്. ഇന്നും അനേക പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ നിൽക്കുന്നു ഒക്കെ തോന്നി. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്റർനെറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു വലിയ ദൈവദാസൻ, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ദൈവദാസന്മാരൊരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉപേക്ഷിച്ചു. എനിക്ക് ഭയങ്കര ഷോക്കായി. 55-56 കൊല്ലം കുടുംബം നയിച്ച ഒരു മനുഷ്യനാണ്. അതിനുശേഷം ഭാര്യ ഉപേക്ഷിച്ചു. എന്ത് ഭയങ്കര! താനൊരു വിചാരിച്ചാണ് എനിക്ക് മക്കളും കൊച്ചുമക്കളും കൊച്ചു മക്കളും ഒക്കെ ഉണ്ട്, ഇനിയൊരു ഞങ്ങൾക്ക് കുടുംബ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ കാര്യം സംഭവിച്ചു. അതെ. ചാൾസ് റൈറി എന്ന് പറഞ്ഞ വലിയ ദൈവദാസൻ ഉണ്ടായിരുന്നു. ചാൾസ് റൈറി ബൈബിളും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ആ മനുഷ്യന് അനുഭവിച്ചതായിരിക്കും ദുരിതം. ഒരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് പിന്നെ മാനസിക രോഗമുണ്ട്, അസ്വസ്ഥത ഉണ്ടായി, ഭാര്യ ഉപേക്ഷിച്ചതുകൊണ്ട്. നിൽക്കുന്നു എന്ന് തോന്നുന്നവ വീഴാതിരിക്കട്ടെ. തന്റെ പരാജയം തന്നെയാണ്. കാരണം താൻ ഇന്ന് രാവിലെ വൈകുന്നേരം 365 ദിവസം പ്രസംഗം, ലോകം മുഴുവൻ സഞ്ചരിക്കുക, ക്യാമ്പ്, കോൺഫറൻസ്, അങ്ങനെ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുകയാണ്. അതിപ്പോ ഭാര്യ വീട്ടില് തനിയാണ്. അവർക്ക് ഞാൻ എന്തിനാ ഇങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കൗൺസിലറൊക്കെ ചെന്നു, സൈക്കോളജിസ്റ്റിനൊക്കെ ചെന്നു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പുരുഷന്മാരെ കിട്ടിയില്ല എന്ന് ചോദിച്ചു. ഉപേക്ഷിക്കാൻ പറഞ്ഞ മനുഷ്യനെ, നിങ്ങളുടെ കൂടെ താമസിക്കാൻ ലഭ്യമല്ലാത്തൊരു മനുഷ്യനെ ഭർത്താവ് അയച്ചിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവർ ഉപേക്ഷിച്ചു. അപ്പൊ നോക്കണം, ഒരു ദൈവദാസനാണ്, ലോകത്തുള്ള എല്ലാ മക്കളെയും ബൈബിൾ പഠിപ്പിക്കുന്നവനാണ്.
ഡാള് സെമിനാരി, അമേരിക്കയിലെ ഏറ്റവും വലിയ സെമിനാരികൾ, അതിലെ ഏറ്റവും വലിയ പ്രൊഫസർ റൈറി എന്ന് പറയുന്ന ആള് പോയില്ലേ? പോയി. അങ്ങനെ എത്ര ആളുകളുടെ പേര് ഞാൻ പറയും. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. രവി സക്കറിയാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, നിങ്ങൾക്ക് പലർക്കൊക്കെ അറിയാം. പോയില്ലേ? പോയി. അങ്ങനെ എത്ര മനുഷ്യർ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. നിങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തെങ്കിലും ആയി, എനിക്ക് ഇനിയും കുഴപ്പമില്ല, ഞാൻ ദൈവത്തിനടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ഞാൻ വചനം നന്നായി വായിക്കുന്ന മനുഷ്യനാണ്, ഒരു പ്രാർത്ഥനാവീരനായ മനുഷ്യനാണ്, ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന മനുഷ്യനാണ്, എനിക്ക് എൻ്റെ നല്ല കുടുംബജീവിതമാണ് എൻ്റെ ഭാര്യയുമായിട്ടുള്ളത്, അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾക്കൊരു ദോഷം വരില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും നിങ്ങൾക്ക് ദോഷം വരും. അപ്പൊ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന ഈ ഒരു ബുദ്ധിപദേശം എന്ന് പറഞ്ഞ വലിയ ബുദ്ധിപദേശം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കും. പിന്നെ ചില ആളുകള് വീണിട്ട് നീതിമാൻ 7 പ്രാവശ്യം വീഴുമെന്നാണല്ലോ. ഞാനിപ്പോ നല്ല വീണുള്ളൂ, ഇനി എനിക്ക് 6 പ്രാവശ്യം കൂടെ വീഴാമല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ നോഹ ഒരു നല്ല മനുഷ്യനാണ്. ഇനി അബ്രഹാമിനെ പറ്റി നോക്കൂ. അബ്രഹാം എന്തോ ഒരു വലിയ മനുഷ്യനാണ്. അബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. സാറ ദീർഘകാലം ഒരു കുടുംബജീവൻ നയിച്ച്, മനോഹരമായ കുടുംബജീവൻ നയിച്ച്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇസാക്ക് എന്ന് പറഞ്ഞ ഒരു മകൻ. പിന്നെ സാറ മരിച്ചു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഒരു സ്ത്രീ എടുത്തു. എന്താ അവരുടെ പേര്? കെതൂറ അല്ലേ? അതിന് 5 മക്കളുണ്ടായി. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതിന് പ്രകാരം ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ സ്ത്രീകൾ വല്ലതും ഉണ്ടായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തില്? വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. 25:6 പറയുന്നത് എന്താണ്? അബ്രഹാം തന്റെ വെപ്പാട്ടികളുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുത്തവരെ ദൂരേക്ക് അയച്ചെന്ന. ഒരു വെപ്പാട്ടിയല്ല, കെതൂറെ വെപ്പാട്ടിയല്ല കണക്കാക്കുന്നത്, അത് നീ വേറൊരു ഭാര്യയാണ്. അപ്പൊ അബ്രഹാമിനെ പോലെ ഒരു മനുഷ്യന്റെ വെപ്പാട്ടികള് ഞാൻ വിചാരിക്കുന്നു അന്നത്തെ കാലത്തൊക്കെ അനുവദനീയമാണ്. പക്ഷേ അബ്രഹാമിനെ അനുവദനീയമാണെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അനേക ആളുകളുണ്ട് അവിഹിതമായ ബന്ധങ്ങളെ പുലർത്തുന്നവരായ ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. പരസ്ത്രീ ബന്ധങ്ങളുള്ള ആളുകളുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് തന്റെ ഭാര്യയെ കുറിച്ച് നുണ പറഞ്ഞു എന്നുള്ളതല്ലേ? തന്നെ പോലെ ഭക്തനായ ഒരു മനുഷ്യന്റെ, ശക്തനായ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, തന്നെ പോലെ ഒരാൾക്ക് തന്റെ ഭാര്യ തന്റെ സഹോദരിയാണെന്ന് പറയുന്ന കാര്യമുണ്ടോ? തന്റെ ഭാര്യയെ കൊണ്ടും നുണ പറയിപ്പിച്ചു. നീ എവിടെ ചെന്നാലും നീ എന്ത് പറയണം? നമ്മൾ ആരാന്ന് ചോദിച്ചാൽ തന്റെ ആങ്ങളെയാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി 12:19 ഒരു വലിയ സങ്കടകരമായ വാക്യമാണ്. എന്താ വാക്യം പറയുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫറവോൻ പറയാണ്, ഞാൻ അവളെ ഭാര്യയായി എടുപ്പാൻ സംഗതി വന്നു പോയല്ലോ. അബിമലേക്കിനെ ദൈവം തടഞ്ഞു, ഭാര്യയുടെ എടുക്കാൻ സംഭവിച്ചില്ല. പക്ഷെ ഫറവോന്റെ കൊട്ടാരത്തിൽ പോയി അവന്റെ ഭാര്യയായിട്ട് തോന്നി. ചെല്ലു പറയുന്ന ഹേരത്തിന്റെ കൂട്ടത്തിലെടുത്തേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് അവർക്ക് ഭാരം. അങ്ങനെയല്ല ഫറവോൻ പറഞ്ഞു, ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നു പോയല്ലോ എന്നാണ്. ഞാൻ വിചാരിക്കുന്നു അതൊക്കെ അബ്രഹാമിന്റെ ഒക്കെ ജീവിതത്തിലെ വലിയ മഹാനായ മനുഷ്യനാണ്, ശക്തനായ മനുഷ്യനാണ്. പക്ഷേ പല ദൈവദാസന്മാരും വീഴുന്നത് ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലാണ്. അബ്രഹാമിന്റെ ഒറ്റ നുണയല്ലേ സാറയെ ആ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്? സാറയുടെ ഒരു നുണയല്ലേ? അബ്രഹാമിനെ മാത്രം കുറ്റം പറയണ്ടെങ്കിലും അബ്രഹാമാണല്ലോ നുണ പറയാൻ സാറയെ പ്രേരിപ്പിച്ചത്. അപ്പൊ ശക്തനായ ഒരു ദൈവദാസനാണ്. തന്റെ മകനെ പോലെ യാഗം കഴിച്ചു. ആ പരീക്ഷ പോലും വിജയിച്ച ഒരാളാണ്. നമ്മൾ ആരെങ്കിലും വിജയിക്കുമോ? ഏകജാതനായ മകനെ കൊണ്ടുവന്ന് മോറിയാമലയെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആര് ചെയ്യും? നമ്മൾ ചെയ്യില്ല. നമ്മളൊക്കെ പറയും, ദൈവം നിനക്ക് സ്നേഹമാണ്, ഇതൊക്കെ അറിയാം, നിനക്കറിയാമല്ലോ എനിക്ക് എന്നോട് സ്നേഹമാണ്. ഇത്രയും വലിയ കാര്യമുണ്ടോ ചോദിക്കരുത്? അത്രയും വലിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അബ്രഹാമിനെ കൂടെ അത് ചെയ്ത് സാധിച്ചു. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു, നിന്റെ മകനെ തരുവാൻ മടിക്കായകൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാ പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ അബ്രഹാമിന് ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയും. ആരെയും ഭയപ്പെടാത്തൊരു മനുഷ്യനാണ് അബ്രഹാം. 5 രാജാക്കന്മാരെ താഴെ ചെന്നിട്ട് എന്ത് ചെയ്ത് തോൽപ്പിച്ചു ഇല്ലേ? ലോകത്തിലെ മക്കളെയെല്ലാം കൊണ്ടുവന്നിട്ട് 400 ആളുകളുമായിട്ടാണ് പോയത്. അവരെ തോൽപ്പിച്ചുകൊണ്ട് എല്ലാവരും പിടിച്ചോണ്ട് വന്നു. അത്ര വലിയൊരു മനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത്.
പക്ഷേ അബ്രഹാമിന് ഭയപ്പെട്ടു പോയി. തന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നുള്ളതല്ല ഭയം. അബ്രഹാം പറഞ്ഞ എന്താണ്? നിന്റെ നിമിത്തം ഞാൻ ജീവിക്കണ്ടയാ, നീ രാജാക്കന്മാരുടെ ഭാര്യയായിട്ടൊക്കെ നീ വസിക്കുക, എനിക്ക് ജീവനോട് ഇരിക്കുക. അല്ലെങ്കിൽ എന്നെ കൊന്നിട്ട് നിന്നെ കൊണ്ടു, എന്നെ കൊല്ലാതെ നിന്നെ തട്ടിക്കൊണ്ട് പോയാൽ എനിക്കൊരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം പറയും. അതാ ചെയ്തത്. ഫറവോൻ കൊല്ലാതെ തട്ടിക്കൊണ്ട് പോയി. ദൈവം ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ് അബീമേലെക്കിന്റെ കാര്യത്തിൽ. അബ്രഹാമിനെ സംബന്ധിച്ച് സാറയെ നഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല, തന്റെ ജീവനെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. ഭാര്യ പോയാലും ആര് പോയാലും എനിക്ക് എന്റെ തടിക്ക് കേട് പോരുത്, അങ്ങനെ പറഞ്ഞു. ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ നീ പറഞ്ഞോണം നമ്മൾ ആംഗ്ലയും മകളുമാണ്. കാരണം പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിനാ ആംഗ്ലയെ കൊല്ലുന്നത്? ഭർത്താവാണ്, ഇവർക്ക് പിള്ളേരുമില്ലെന്ന് കണ്ട സുന്ദരിയായ ഒരു സ്ത്രീയാണ്, ഭർത്താവിനെ തട്ടിച്ചവരെടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് കേട് വരാതിരിക്കത്തൊക്കെ കൊണ്ട് നീ പറയണം, നീ ആരെയെങ്കിലും ഭർത്താവാകുന്നെങ്കിൽ അത് പിന്നെ എനിക്ക് വിഷയമല്ല. അങ്ങനെ ഒരു ചിന്താഗതി. ഇപ്പോൾ അബ്രഹാമിനെ പോലെ ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണ്? അങ്ങനെയല്ല അബ്രഹാം പറയേണ്ടത്. അബ്രഹാം പറയേണ്ടതാണ്, ഞാൻ ജീവനോടിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ജീവനോടിരിക്കും, എന്നെ കൊന്നിട്ടേ പോകും, ഞാൻ ജീവനോടിരിക്കുന്ന കാലത്ത് സാധിക്കും എന്ന് പറയേണ്ട ഒരു മനുഷ്യനാണ്. അപ്പൊ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കട്ടെ. ഇങ്ങനെ ഓരോരോ മേഖലകളിലാണ് ആളുകൾ വീഴുന്നത്. ഇനി മോശയെ തന്നെ എടുക്കുക. എന്തോ ഒരു വലിയ മനുഷ്യനാ മോശ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ മോശ എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പുകാരനാണ്. ദൈവമാണ് അവർ വീണ്ടെടുപ്പുകാരെങ്കിലും വീണ്ടെടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് മോശയെ വീണ്ടെടുപ്പുകാരെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ, സാക്രിഫൈസസ് ദൈവനത്തിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ്. ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നത് ഉപേക്ഷിച്ചിട്ട് ദൈവനത്തിന്റെ കഷ്ടത തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ്. എന്ന് മാത്രമാണോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തില് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ്. മോശയേക്കാൾ സൗമ്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത്രയും സൗമ്യനായ ഒരു മനുഷ്യനാണ്. എന്നാൽ മിരിയും അവരവനും മോശയോട് മത്സരിച്ചു. ആ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവം മോശ സൗമ്യൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തില് മിരിയും അങ്ങോട്ട് തുടങ്ങി, സന്ധ്യാവും വഴക്കം കൊണ്ട് തുടങ്ങി. ഒരു എത്യോപ്യൻ കറുത്തവളെ കൊണ്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എത്യോപ്യൻ സ്ത്രീ, നിനക്ക് വേറെ ഇസ്രായേൽ പിള്ളേർ പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇവിടെ പോയി കെട്ടേണ്ട കാര്യം വേണ്ടതാ. നാണക്കേട്, കുടുംബത്തിന് നീ നാണക്കേട് വരുത്തിയില്ലേ? ഭയങ്കര വഴക്കം. അവരൊന്നും കൂടി ഇവർ രണ്ടുപേരും കൂടെ മോശയ്ക്ക് നിക്കക്കണ്ണിയില്ലാതെയായി. ദൈവം മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവിടെ ഒന്നും മോശയ്ക്ക് കോപിച്ചില്ല, സൗമ്യമായി നിന്ന് കേട്ടതേ ഉള്ളൂ. അത്ര സൗമ്യതയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ നമുക്കറിയാം മെരീബയിൽ വെച്ച് എന്താ സംഭവിച്ചത്. കാദേശ് മെരീബയിൽ വെച്ച് എന്താണ്? ജനം ദാഹിച്ചു, വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർ കല്ലെടുത്ത് മോശ എറിയാനായിട്ട്. മോശ ആകെ അപ്സെറ്റായി. എത്ര പ്രാവശ്യമായി ഒന്ന് പറഞ്ഞ് രണ്ട് കല്ലെടുക്കുക, എന്നെ കൊല്ലാനായി. ദൈവത്തോടെ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ വടിയെടുത്തോണ്ട് പോയി പാറയോട് പറഞ്ഞാൽ മതിയല്ലെന്ന്. അത്രേ പറഞ്ഞുള്ളൂ. വളരെ ഈസി സൊല്യൂഷൻ. പാറയെ വെള്ളം തരിക, ജനത്തിന് കുടിപ്പാൻ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതി, വെള്ളം പൊട്ടി ഒഴുകും. പക്ഷേ ഈ സൗമ്യനായ മനുഷ്യന്റെ സൗമ്യതയെല്ലാം അങ്ങോട്ട് പോയി. അദ്ദേഹം ആകെപ്പാടെ അങ്ങോട്ട് പറയില്ല, വൈകാരികമായിട്ട് വരുന്നത് കുട്ടിക്കിനുട മത്സരികളെ എന്ന് പറഞ്ഞ് രണ്ടടിയ പാറ. ആ പാറയിൽ നിന്നത് കർത്താവാണെന്ന് അറിഞ്ഞില്ല. ഞാൻ പാറമേൽ നിൽക്കുന്ന ഈ പാറ അടിക്കണമെന്ന് ആദ്യം പറഞ്ഞത്. എന്നിട്ട് പിന്നെ കൊരിന്ത്യർ പറഞ്ഞ് അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവാകുന്നു. അപ്പോ എവിടെ പാറയോടെ പറഞ്ഞാലും ക്രിസ്തുവിനോടാ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ രണ്ടടിയും കടിച്ചു. മോശയുടെ സൗമ്യതയൊക്കെ പോയി. കർത്താവ് പറഞ്ഞു, മോശേ, നീ ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ്, നീ ഏറ്റവും കഷ്ടം സഹിച്ച മനുഷ്യനാണ്, ശരി തന്നെ. പക്ഷെ ഒരു കാര്യം നിന്നോട് പറയാം, നീ കനാൻ നാട്ടിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു. നീ ജനത്തെയും കൊണ്ട് യോർദാൻ കിടക്കില്ലെന്ന് പറഞ്ഞു. നിന്റെ ദൗത്യം നീ പൂർത്തീകരിക്കുകയില്ല, നീ ഒരു പരാജയപ്പെട്ട മനുഷ്യനായി വരും. മോശയ്ക്ക് അപേക്ഷിച്ച് നോക്കി. ദൈവം കോപിച്ചു എന്നാ പറഞ്ഞു. മിണ്ടി പോരെന്ന് പറഞ്ഞു. ഒറ്റ വാക്കിനി പറഞ്ഞു പോയത്. വേണേ മലയുടെ മണ്ട് കയറി നോക്കിയോളം. അപ്പൊ സൗമ്യനായി ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു? എന്താ മോശയുടെ സൗമ്യത പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വളരെ വലിയ വലിയ സംഘർഷങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന പല ആളുകളും അവസാനം തെറ്റിപ്പോകുന്ന ഇവിടെന്നറിയാം. ചെറിയ ചെറിയ സംഘർഷങ്ങളിലാണ്. ഇതെന്ന് പറയും നമ്മളങ്ങ് സഹികളും. നമ്മളങ്ങനെ പറയില്ലേ, യുവന്മാരെ കൊണ്ട് ഞാനങ്ങ് സഹികെട്ടു. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും.
ഭർത്താക്കന്മാർ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ്. സഹിക്കട്ടാ, വർഷങ്ങളായിട്ട് സഹിച്ചിട്ട് സഹിച്ച് നിൽക്കുകയാണ്. അവസാനം ഒരു ദിവസം വന്ന് എന്ത് ചെയ്തു? വീണ്ടും പറഞ്ഞു, ഇനി എനിക്കിത് വയ്യ, തീർന്നു. ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് സഹികെട്ടായിരിക്കാം, എനിക്കറിയില്ല. ആത്മഹത്യ ഒരിക്കലും നമുക്ക് നീതീകരിക്കാനായിട്ട് ഒക്കെ, പക്ഷെ എന്നാലും ചിലർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോ മോശ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. താൻ അവസാനം സഹിയിട്ടു. വേറെ ഒരു മനുഷ്യൻ യോശുവയാണ്. യോശുവയെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളെ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. വളരെ ദൈവത്താൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. ഇസ്രായേൽ മക്കളൊക്കെ തെറ്റിപ്പോയി. 12 ഒറ്റുകാരെ അയച്ച് 10 പേരും തെറ്റിപ്പോയി. യോശുവയും കാലേബും 2 മനുഷ്യരാണ് നേരെ നിന്ന്. മോശയും തെറ്റിപ്പോയി, അവിടെയും യോശുവ നേരെ നിന്നു. ദൈവാനുഭവമായിട്ട് കനാൻ നാട്ടിൽ പ്രവേശിച്ചു. യോശുവ ഒരു വലിയ മനുഷ്യനാണ്. വാളൂരി പിടിച്ച കർത്താവ് സ്വർഗത്തിൽ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായിട്ട് വന്നു. ഗബ്രിയേലാണോ മീഖായേലാണോ അതോ കർത്താവായിരുന്നോ എന്നുള്ള സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും അവന്റെ അടുക്കിൽ ചെന്ന് ഒരു പേടിയില്ലാതെ, നീ ആരുടെ പക്ഷത്താന്ന് ചോദിച്ചു. ഞങ്ങളുടെ പക്ഷത്താന്ന്, ശത്രുവിന്റെ പക്ഷത്താന്ന് ചോദിച്ചു. ഞങ്ങൾ ആരെയും പക്ഷത്തെ, യഹോവയുടെ സൈന്യത്തിന്റെ സേനാധിപതിയായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഭയമില്ലാത്തൊരു മനുഷ്യനാണ്, ഒരു ഭയവുമില്ലാത്ത മനുഷ്യൻ. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു വലിയ പ്രസ്താവനയാണ് യോശുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. യോശുവയെ പറ്റി പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ്. അത് മറ്റു പാവങ്ങളെ പോലല്ല. വ്യഭിചാരമോ മോഹമോ കോപിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. എന്താ അവിടെ പറയുന്നത് അറിയാമോ? യഹോവയോട് ആലോചന ചോദിക്കാതെ ദൈവഹിതത്തിനെതിരെ യോശുവയും ഇസ്രായേലിലെ മൂപ്പന്മാരും ഭാവിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ. ആരുടെ കാര്യമാണ് പറയുന്നത്? ഗിബയോന്യർ അവിടെ വന്ന പഴയ ഉടുപ്പും കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഉണങ്ങി റൊട്ടിയൊക്കെ കൊണ്ട് കൊടുത്തു. അത് വാങ്ങി തിന്നേണ്ട ആവശ്യമുണ്ട്? ഈ പഴയ പൂത്ത റൊട്ടിയൊക്കെ ഇത് വിശന്നിരിക്കുകയാണോ? ഇസ്രായേൽ ആഹാരമൊന്നും ഇല്ല ആ സമയത്ത്. അതൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നു യോശുവ ഇങ്ങനെ ചിന്തിച്ച് കാണും, ദൂരേന്ന് വരിക അല്ലേ, അപ്പൊ നമ്മളെ പറ്റിയുള്ള കീർത്തി എവിടെ വരെ ആയിട്ടുണ്ട്? നമ്മളെ പറ്റിയുള്ള കീർത്തി എവിടെ വരെ പോയിട്ടുണ്ട്? അപ്പൊ അതൊക്കെ കേട്ടപ്പോ യോശുവയ്ക്ക് ഒരു വിഷയം, ഒരു ശകലം സന്തോഷം തോന്നിക്കാണും. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചില്ല, ദൈവത്തോട് ആലോചന ചോദിക്കാതെ അനേക ശക്തന്മാരായ ദൈവദാസന്മാരും വീഴുന്ന എവിടെയാണെന്നറിയാമോ? അതിപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയില്ല. കാരണം അവരുടെ കോമൺ ബുദ്ധി കൊണ്ട് തോന്നിയപ്പോ ഇത് ശരിയാ, ഇവർ പറയുന്നത് ശരിയാ, തെറ്റാണെന്ന് വിജയിക്കാൻ യാതൊരു ന്യായമില്ല. അവരുടെ വസ്ത്രം കണ്ടാലും അവരുടെ ചെരുപ്പ് കണ്ടാലും അവർ കൊണ്ടുവന്ന ചപ്പാത്തി കണ്ടാലേ അല്ലെ കുബൂസ് കണ്ടാലും അവരുടെ വീഞ്ഞ് കൊണ്ടുവന്ന പാത്രങ്ങൾ കണ്ടാലും ഒരു കാര്യം അവർക്ക് നന്നായിട്ട് മനസ്സിലായി, ഇവർ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരികയാണ്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇസ്രായേലിന് അതുകൊണ്ട് എന്തോ ദോഷം വന്നെന്നറിയാം. ഒരുപാട് ദോഷം. അവസാനം ശൗലിന്റെ 7 മക്കളെ കൊന്ന് മരത്തെ തൂക്കിയപ്പോഴാണ് ദൈവത്തിന്റെ ക്രോധം മാറിയത്. തുടരെ 3 വർഷങ്ങൾ ഇസ്രായേൽ മഴ പെയ്തില്ല, ധാന്യമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. ദൈവത്തോട് എളുപ്പാട് ദാവീദ് ചോദിച്ചും പറഞ്ഞു, ശൗൽ ഗിബയോന്യരെ കൊന്ന കുറ്റനിമിത്തമാണ്. അപ്പൊ ഈ ഗിബയോന്യരെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദൈവം എന്തായിരുന്നു ദാവീദിന് ഇവരോട് പറഞ്ഞത്? കനാനിലെ ഒറ്റ മനുഷ്യനെ ജീവനോട് വെച്ചേക്കരുത്, ഒരാളെ പോലും. എന്നിട്ട് ഒരു വർഗത്തെ മുഴുവൻ വെച്ചു, ഒരു കനാന്യവർഗത്തെ മുഴുവൻ വെച്ചു. അവരെന്നും അവർക്ക് ശല്യമായിട്ട് തീർന്നു. ചില ദൈവമക്കൾ അങ്ങനെയാണ്. അവരുടെ യുക്തിക്ക് ചിന്തിച്ചപ്പോ, കോമൺ സെൻസിൽ ചിന്തിച്ചപ്പോ ഒരു കുഴപ്പമില്ല, ഇത് കറക്റ്റാണ്. കാരണം ദൂരെ നിന്ന് വന്ന ആളുകളാണ്, നമ്മളുമായിട്ട് സന്ധി ചെയ്യല്ലേ, അപ്പോ അവരുമായിട്ട് ഇനി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് 3-ാമത്തെ ദിവസം കണ്ടെത്തി. എന്ത് കണ്ടെത്തി? അവർ അവരുടെ ഇടയിൽ തന്നെ വസിക്കുന്ന ആളുകളാണെന്ന് 3-ാമത്തെ ദിവസം. ഒന്നും ദൈവം തമ്മിലോട് ചോദിച്ചാൽ മതി, മഹാപുരോഹിതനുണ്ട്, യൂറീമും തുമ്മീമും ഉണ്ട്, കൊണ്ടുവന്ന് ചോദിച്ചാൽ ഈ ആളുകൾ എടുത്തു കാലം ചോദിച്ചാൽ ദൈവം എന്താ പറയും?
നിങ്ങളെ ആ നാട്ടിൽ തന്നെ ഉള്ളവർ അവരുമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ചെയ്തു പോയി. പല ആളുകളും അങ്ങനെയാണ്. അവർ എടുക്കുന്ന പല തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല. പിന്നെ പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചു. യോശുവ ഇതേക്കുറിച്ച് പ്രാർത്ഥിച്ചോ എനിക്കറിയില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കും. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ദൈവവചനം പരിശോധിച്ച് നോക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു? ഈ വിഷയത്തെക്കുറിച്ച് ദൈവം എന്ത് പറയും? ദൈവം വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കനാൻ നാട്ടിൽ ചെന്നാൽ ഒരു ജാതിയോട് ഉടമ്പടി ചെയ്യാൻ പാടില്ല, ഒരു ജാതിയോട് നിങ്ങൾ രമ്യത കാണിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഈ ജാതിയോട്? ഇവരിത്രയും ദൂരെ നിന്ന് വന്നവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്വേഷിക്കണ്ടേ? അങ്ങനെ തന്നെയാണോ? അപ്പൊ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിപരീതമായി അവരുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒന്നും ചെയ്യുന്നവരുണ്ട്. അപ്പോ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അവസാനമായിട്ട് ശൗലിന്റെ 7 മക്കളെ കൊന്നെന്ന് മാത്രമല്ല 3 വർഷം ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടത വളരെയധികമാണ്. മഹാനായ യോശുവ എന്ന മനുഷ്യൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെ, ആലോചന ചോദിക്കാതെ ചെയ്ത ഒരു കുറ്റം കൊണ്ട് ഇസ്രായേൽ എന്തോരം ആളുകളാണ് കഷ്ടം അനുഭവിച്ചത്. ദൈവത്തിന്റെ ആലോചന ഞാൻ പറയും 99% കാര്യങ്ങളിൽ നമുക്ക് കിട്ടും. പിന്നെ 1% കാര്യത്തേ ഉള്ളൂ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ചിലപ്പോൾ നമുക്ക് വെളിച്ചം കിട്ടാത്തത്. 99% കാര്യങ്ങളിലും. കാരണം ദൈവത്തിന്റെ വചനത്തിലെല്ലാം ഉണ്ട്. പരിശോധിച്ച് നോക്കുന്നതിലെല്ലാം ഉണ്ടെന്നല്ലേ? ഇതിലെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ പരിശോധിക്കുന്നത്, നമ്മൾ ആലോചന ചോദിക്കുന്ന ആരോടെന്നറിയാം? നമുക്ക് അനുകൂലമായ അഭിപ്രായം പറയുന്ന ആളുകളോട്. അതെ, എബ്രഹാം തോമസ് അവരോട് ചോദിച്ചാൽ അദ്ദേഹം പ്രതികൂലം പറയുന്നുണ്ട്, അതിനോട് ചോദിക്കുകയില്ല. അരുണ അനുകൂലമായതാ പറയുന്നെങ്കിൽ അരുണ അങ്ങനെയല്ലെന്ന് ചോദിക്കും. അങ്ങനെയാണെന്ന് പറയണ്ട. അപ്പൊ പിന്നെ അവർ ചിന്തിക്കാനാ. എന്നിട്ട് നമ്മളെന്താ പറയുക? ഞാൻ പലരോടും ആലോചന ചോദിച്ച ശേഷമാണ് ഈ കാര്യം ചെയ്തെന്ന് പറയും. പക്ഷെ ചോദിക്കേണ്ടവരോടാരും ചോദിച്ചു കാണില്ല. കാരണം ആഹാവ് പറഞ്ഞ പോലെ അവന് ഒരുത്തനുണ്ട്, അവൻ എന്നെ കുറിച്ച് എപ്പോഴും ദോഷമേ പറയൂ. ദോഷാത്ത് പറഞ്ഞു അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്. നിന്നെക്കുറിച്ച് ദോഷം പറയുന്ന ആളുകളോട് വേണം നീ ആലോചന ചോദിക്കാൻ. അങ്ങനെയാ. ശത്രുവിനോട് വേണം എപ്പോഴും ആലോചന ചോദിക്കാൻ. ശത്രു പറയുന്നത് കേൾക്കണം. മിത്രത്തോട് ചോദിച്ചാൽ മിത്രം പലപ്പോഴും എന്ത് ചെയ്യും? നമുക്ക് അനുകൂലമായ ഒരു ആലോചന ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആലോചന ചോദിക്കുന്നത് ശത്രുക്കളോടാണ്. അവർ നമ്മളോട് സ്നേഹമൊന്നുമല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ആലോചന പറയുന്നതെങ്കിൽ അവർ പറയുന്ന ആലോചന ചില കാര്യങ്ങള് ചിലപ്പോൾ കാണും. അതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നത് നല്ലതാണ്. ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് അറിയില്ലേ? ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ വലിയ മനുഷ്യനാണ് ഗിദെയോൻ. ഗിദെയോന് മിദ്യാന്യര് ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്ന കാലത്താണ് ഗിദെയോൻ വന്നത്. ഇസ്രായേൽ മക്കള് ഗോതമ്പ് ഒക്കെ കൃഷി ചെയ്യും. കൊയ്ത്ത് വരുമ്പോൾ ആര് കൊയ്തുകൊണ്ട് പോവും? മിദ്യാന്യർ വന്ന് കൊയ്തുകൊണ്ട് പോകും. ഗിദെയോൻ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ദിവസം തന്റെ പിതാവിന്റെ ചക്ക് അതിനെ മറഞ്ഞു നിന്ന് ആരും കാണാതെ കുറച്ച് ധാന്യം കൊയ്ത് മെതിച്ചെടുക്കുക. അപ്പോഴാ ദൈവത്തിന്റെ ദൂതം വന്ന് കർത്താവ് എന്ന് പ്രത്യക്ഷനായി പറഞ്ഞത്, ധീരശാലിയായ എങ്ങനെയാ പറഞ്ഞത്? പരാക്രമി, പരാക്രമി. ഗിദെയോൻ ചോദിച്ചു, എന്നെ പരാക്രമം എന്ന് ചോദിച്ചു. നീ ഈ ശക്തിയോട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി വലിയ വിജയം നേടി. നമുക്കറിയാം കാര്യം. കോട്ടത്തിൽ ബന്ധുമായിട്ടൊക്കെ പോയി വലിയ വിജയമൊക്കെ വരിച്ചു. വിജയമൊക്കെ കഴിച്ച് മിദ്യാന്യരെയൊക്കെ അങ്ങനെ അങ്ങോട്ട് അടിച്ചമർത്തി കഴിഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാം കൂടെ ഗിദെയോനൊക്കെ വന്ന് പറഞ്ഞു, നീയും നിന്റെ ശേഷം നിന്റെ മക്കളും ഇസ്രായേൽ രാജാവായിരിക്കണമെന്ന് പറഞ്ഞു. ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഞാനായിരിക്കില്ല, യഹോവയാണ് രാജാവ്, എന്റെ മക്കളും ആയിരിക്കില്ല. ഇല്ല, നിങ്ങൾ രാജ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ പിരിഞ്ഞു. ഇതിലൊരു കാര്യം, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ കിട്ടിയ മിദ്യാന്യർക്കെല്ലാം കടുക്കനും പൊൻകടുക്കനും ഒക്കെ ഉണ്ട്. ആ കടുക്കൻ എനിക്ക് അറിയാം. പൊൻകടുക്കൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇവിടെ നായന്മാരൊക്കെ ചെവിയില് കടുക്കനുണ്ട്. അതെനിക്ക് അനേകം പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോട് തുണി വിരിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു കിലോ കണക്കിന് പൊൻകടുക്കൻ. എന്നിട്ട് ഗിദെയോൻ എന്ത് ചെയ്തു? അതുകൊണ്ടൊരു ഏഫോദ് ഉണ്ടാക്കി. ആ ഏഫോദ് എവിടെയോ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ അതേക്കുറിച്ച് പറയുന്ന ഇസ്രായേൽ മക്കൾ പരസംഗമായി
അതിന്റെ അടുക്കൽ വന്നു. അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും കെണിയായി തീർന്നു. ഗിദെയോൻ മക്കളെ മുഴുവൻ കൊല്ലാനിടയായി ഈ പാവമുണ്ടാകും. ഇസ്രായേൽ മക്കളെ മുഴുവനും വിഗ്രഹാരാധന ചെയ്യാനായിട്ട് ഗിദെയോൻ പ്രേരിപ്പിച്ചു. അവന്റെ മക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്തു. മക്കളെ കൊന്നത് ഗിദെയോന്റെ വെപ്പാട്ടിയുടെ മകനാണ് ചെയ്തത്. പക്ഷേ ഇതിന്റെ പിന്നിൽ അവനും കുടുംബത്തിനും കെണിയായി തീർന്നു എന്നാണ്. അപ്പൊ ഇത്ര വലിയ ഭക്തനായ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? എന്തിനാ ഈ ഏഫോദ് ഉണ്ടാക്കി അവിടെ വെച്ചത്? ഞാൻ വിചാരിക്കുന്നു ഗിദെയോന് അവൻ പൊളിറ്റിക്കൽ ലീഡറായി, ഇനി അവനൊരു സ്പിരിച്വൽ ലീഡറോടാണ്. ഏഫോദ് എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ, ആത്മീയമായിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാനും മറ്റുമൊക്കെ ഉള്ളതാണ് ഏഫോദ്. അപ്പോ ഗിദെയോന് തോന്നി, ഞാന് പൊളിറ്റിക്കലി ആമ സക്സസ്ഫുൾ ഉണ്ടല്ലേ, എന്റെ മക്കളും കൊച്ചുമക്കളും രാജാക്കന്മാരാകണമെന്ന് പറയത്തക്കവണ്ണം വലിയൊരു വിജയമാണ് ഞാൻ നേടിയത്. അത് ഇസ്രായേൽ മക്കൾ അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്കില്ലാത്തത് എന്താണ്? എനിക്കില്ലാത്തത് ഈ പൗരോഹിത്യപരമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കളുടെ ആത്മീയ ഗുരുവായിട്ടുള്ള എനിക്ക് തീരാനായിട്ട് ആഗ്രഹമുണ്ട്. അതിനെ ഈ സാധനം കൊണ്ട് പ്രതീക്ഷിച്ചു. ഇസ്രായേൽ മക്കൾ എല്ലാവരും പരസംഗമായിട്ട് വന്നു. വലിയ ഉത്സവങ്ങളൊക്കെ, പരസംഗം എന്ന് പറയാൻ വലിയ ഉത്സവങ്ങളൊക്കെ നടത്തി ഗിദെയോനൊക്കെ അങ്ങനെ നൃത്തവും ചവിട്ടും തീറ്റിയും കുടിയും പരസംഗവും എന്ത് വേണ്ട എല്ലാമായി തന്നെ കുടുംബത്തിനും കെണിയായി. ഒരു ദൈവദാസൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു, വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഗിദെയോൻ വീണുപോയി. ഗിദെയോന് വീഴേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, പക്ഷെ വീണുപോയി. എന്തുകൊണ്ടാണ്? വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഏഫോദ് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ ലേവ്യ ഗോത്രക്കാരനല്ല. അതിന് ദൈവം തന്റെ പുരോഹിതന്മാരെ ആക്കിയിട്ടുണ്ട്. ദൈവത്തിന് സമാഗമന കൂടാരമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ ചെയ്തു. പല രാജാക്കന്മാരും അത് ചെയ്തു. പൗരോഹിത്യം കൂടെ വേണമെന്ന് ആഗ്രഹിച്ചു. ഉസ രാജാവ് ചെയ്തില്ലേ? പൗരോഹിത്യം കൂടെ വേണമെന്ന് പറഞ്ഞ് ദൈവാലയത്തിൽ കയറി ധൂപം കാട്ടാനായിട്ട് പോയി, കുഷ്ഠരോഗിയായിട്ട് മാറി. ഉസായെ പോലെ വലിയൊരു രാജാവ് ഇസ്രായേലുണ്ടായിട്ട് ദാവീദോ ശലോമോനോ അത്രയും ഉണ്ടായിട്ടില്ലെന്നാണ്. ഉസ അത്ര പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നാണ് ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നത്. ബെസ്റ്റ് കിങ്. അഹങ്കരിച്ചവന്റെ ഹൃദയം. ഞാനൊരു മഹാനായ രാജാവാണ്, എനിക്കിനി വേണ്ടത് പൗരോഹിത്യം കൂടെയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ കയറി എനിക്ക് ഒരു ആരാധന നടത്തും. ദൈവം വളരെ ഉപയോഗിച്ച ചില ഡീക്കന്മാരുണ്ട്. ചിലപ്പോൾ അവരാഗ്രഹിക്കും എനിക്ക് മൂപ്പനാകണമെന്ന്, മിഷണറി ആകണമെന്ന് ഒക്കെ ആഗ്രഹിക്കും. എന്നോടൊരിക്കൽ ഒരു സഹോദരനെ ചോദിച്ചു, ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം എന്നോട് നേരെ പല സഹോദരന്മാരുടെ മനസ്സിൽ ചോദിച്ചത്, ഏബ്രഹാം തോമസ് സഹോദരന് നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന ബഹുമാനവും സ്ഥാനവും എനിക്ക് കിട്ടുമെന്ന്. സഹോദരന്മാര് പറഞ്ഞു, ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഞാനാകണം. അല്ലെങ്കിൽ നിങ്ങൾ ഞാനായാൽ മാത്രം പോരാ, ഞാൻ ചെയ്തത് ആദ്യം തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നേന്ന് തുടങ്ങി ചെയ്യണം. അത് സാധിക്കും. എന്നാ ഞാൻ നോക്കട്ടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ദേവാലയം നടന്ന് ഇവിടെ എല്ലാം അലഞ്ഞ അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നെങ്കിലും ഒരിക്കലും ശരിയായി. അങ്ങനെ ചില ആളുകളുണ്ട്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കണം. അത് ഏബ്രഹാം തോമസിന് അബദ്ധം പറ്റാം, ആർക്കും പറ്റാം. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ വീഴാതെ നോക്കിക്കോണേ, അഹങ്കാരം ഉണ്ടാകരുത്. ചിലപ്പോൾ നിരാശ കൊണ്ടായിരിക്കും, ചിലപ്പോൾ അഹങ്കാരം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവിശ്വാസം കൊണ്ടായിരിക്കും. ഏത് കാരണം കൊണ്ടും ഓരോ മനുഷ്യർക്കില്ല. ചിലർക്ക് ലൈംഗികത കൊണ്ടാകാം, സാമ്പത്തിക പണത്തോടുള്ള സ്നേഹം കൊണ്ടാകാം, ദ്രവ്യാഗ്രഹം കൊണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടാകാം. ഇത്ര ദൈവദാസന്മാർ ദ്രവ്യാഗ്രഹത്തിൽ വീണുപോയത്. അമേരിക്കയിലൊക്കെ പോയി പണം ഉണ്ടാക്കാനായിട്ട് മൈൻഡ് അങ്ങോട്ട് പോയി, ആ നിലയിലെ പോയിട്ട് പിന്നെ പണമേ എന്ന് പറഞ്ഞ് നടക്കുക. വേറെ പെണ്ണേ എന്ന് പറഞ്ഞ് നടക്കുക. വേറെ പേരെ എന്ന് പറഞ്ഞ് നടക്കുക. പേരുണ്ടാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്, പ്രശസ്തിക്ക് വേണ്ടി. എന്നിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീഴാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി ഒരു കഥ പറയാറുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. പാലായിലായിരിക്കുന്ന കാലത്താണോ തൃശ്ശൂരിലായിരിക്കുമ്പോഴാണോ ഞാനും റൈസും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ വീട്ടിലേക്ക് വന്നു. രാത്രി 9 മണി ആയപ്പോഴാണ് വന്നത്. ഭയങ്കര കൂരിരുട്ട്. ഞങ്ങളുടെ ഇതിലോട്ട് ലൈറ്റും ഇല്ല. താഴെ റോഡ് വരെ വരത്തുള്ളൂ, പിന്നെ നടന്നു കയറി വരണം. ഞാൻ വീട്ടിലേക്കുള്ള വഴി അന്നില്ല.
ആ റോഡൊന്നും വെട്ടിയിട്ടില്ല, അതൊക്കെ നടപ്പാതയായിട്ട് താഴെ ഒരു തോടുണ്ട്, വലിയ തോടാണ്. ആ തോടിന് അവിടെ ചപ്പാത്ത് പോലെ കെട്ടിയിട്ടുണ്ട്. ഇച്ചിരി മാറിയാ ഭയങ്കര കുഴിയാ. അപ്പോ ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും എന്റെ പുറകെ ഒരാളെ ഇങ്ങനെ പുറകെ പിടിച്ചോളാൻ പറഞ്ഞു. ട്രെയിൻ പോകുന്ന പോലെ പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ദേശത്തെ ഓരോ മണിത്തരി പോലും മണൽ പോലും കാണാപ്പാടും അറിയാം, നിങ്ങൾ ഒന്നും പ്രയാസപ്പെടണ്ട, എന്റെ പിന്നാലെ പോരെന്ന് പറഞ്ഞു. അങ്ങനെ വിജയഗാഥയായിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ എടുത്ത് കാല് വെച്ചത് ഈ ചപ്പാത്ത് വിട്ടിട്ട് വലിയ കുഴിയിലേക്ക്. അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ പോയി അവിടെ അങ്ങ് വീണു. നെയ്തനെന്ന് 2 വയസ്സോ 1 വയസ്സേ ഉള്ളു. എന്റെ തോളിൽ കയ്യിൽ ഇരിപ്പുണ്ട്. അവനൊന്നും പറ്റിയില്ല, കൈ തന്നെ ഇരുന്നു. എന്റെ കാല് ഒരു കല്ലിനടിയിലേക്ക് ഇങ്ങനെ പോയി ഞാൻ അവിടെ വീണ് കിടക്കുക. വലിച്ചൂരിയെടുക്കാൻ വയ്യ. പിന്നെ അവിടെ കിടന്ന് ഞാൻ അപ്പച്ചനെ വിളിച്ചു. അപ്പച്ചൻ വിളക്കും കൂടെ വന്ന് താഴെ വന്നു. ഞാൻ 6 മാസം എന്റെ കാല് ഇത്രയും ഉണ്ടായിരുന്നു. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു തമാശ ഇപ്പോഴും പിള്ളേർക്ക് ദേഷ്യം പറയും, ഒന്നും പേടിക്കണ്ട, ഓരോ മണൽ തരിയും എനിക്ക് മനപ്പാടും അറിയാം, എന്റെ മുന്നിൽ ധൈര്യമായിട്ട് പറയും. അയ്യോ, അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ അത്രയും ധൈര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കർത്താവ് വെട്ടോ പഴക്കും ഇല്ലല്ലോ, വീഴാതെ ഞങ്ങളെ സൂക്ഷിക്കണേ എന്ന് പറയേണ്ടത് ഞാൻ ഏതായാലും എനിക്കേ പറ്റിയുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. കാരണം അവരാരും പറഞ്ഞില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, നിഗളിച്ചാൽ ഏബ്രഹാം തോമസിനും കുഴിയിൽ വീഴാനുള്ളതായിരിക്കുന്ന സാധ്യത. അത് വലിയ പാഠം പഠിച്ചതാകട്ടോ. 6 മാസം ഞാന് എന്റെ കാല് നീര് പിടിച്ച് ആകപ്പാടെയിരുന്നു. കുളുക്കിപ്പോയി, ഞരമ്പൊക്കെ വലിഞ്ഞു പോയി. പിന്നെ തടകിയും തൊഴിയും തിരുമ്മിയും ഒക്കെ ഒരു വിധത്തിലൊക്കെ ഒത്തിയൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് നടന്നു ഞാൻ. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അനേക ദാസന്മാർക്ക്, ദൈവദാസന്മാർക്ക് ഉള്ളതാണ് അവരുടെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. ശലോമോനെ പറ്റി നമുക്കറിയാം. ദൈവം പറഞ്ഞു കുതിരകളെ വർദ്ധിപ്പിക്കരുത്, സ്വർണം വെള്ളി ധനം വർദ്ധിപ്പിക്കരുത്, ഭാര്യമാരെ വർദ്ധിപ്പിക്കരുത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങൾ 2 ദിനവൃത്തം 9 അധ്യായം വായിക്കുമ്പോ എന്താണ്? വെള്ളിക്ക് വിലയില്ലായിരുന്നാ പറയുന്നത്, സ്വർണത്തിനെ വിലയുണ്ടായിരുന്നുണ്ട്. കല്ല് പോലെ ആയിരുന്നാ പറഞ്ഞ ചെമ്പറ്റുമൊക്കെ. കുതിരകൾ എത്ര ആണ്ടുതോറും ഈ കൊണ്ടുവരുമല്ലേ മിശ്രമിൽ പോയി. ഭാര്യമാരെത്ര? 300 ഭാര്യമാരും 700 വെപ്പാട്ടികളും പോരെ, 1000 സ്ത്രീകൾ, ഒരു മനുഷ്യൻ. അവന്റെ നാശം അവസാനം ആ സ്ത്രീകളാണ്. ആ അന്യ സ്ത്രീകൾ തന്റെ വാർദ്ധക്യകാലത്ത് വിഗ്രഹാരാധനയ്ക്ക് പോയി. ഓരോ സ്ത്രീയും വന്ന ദേശത്തെ ദേവന് വേണ്ടി ക്ഷേത്രം പണിത് ആ ക്ഷേത്രങ്ങളിലെല്ലാം ശലവും പോയി ആരാധിച്ചു. നിങ്ങൾ ചിന്തിക്കേ, ഓരോ ക്ഷേത്രത്തിലും പോയി മണികിലിക്കുകയും അവിടെ നിന്ന് നമസ്കരിക്കുകയും ഒക്കെ ശലോമോൻ ചെയ്യുന്ന. 2 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനായ ഒരു രാജാവ്. ഒരാൾക്ക് എങ്ങനെ പ്രത്യക്ഷനായിട്ടുള്ളത്? ദാവീദിന് പോലും ദൈവം പ്രത്യക്ഷനായില്ല, ശലോമോൻ പ്രത്യക്ഷനായി. ആ മനുഷ്യന്റെ കാര്യം പറഞ്ഞത്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന വീഴാതിരിക്കാൻ നോക്കട്ടെ. ശലോമോൻ നോക്കിയില്ല. ദാവീദ് നോക്കിയോ? ദാവീദിന്റെ 2 വലിയ പാപങ്ങൾ, ഒന്ന് ബത്ശേബയുമായുള്ള പാപം, രണ്ടാമതൊന്ന് ജനത്തെ എണ്ണിയത്. 2 ശമൂവേൽ 24 അധ്യായത്തിൽ തന്റെ വാർദ്ധക്യകാലത്തായപ്പോ യുദ്ധങ്ങളെല്ലാം തീർന്നു. ഒരു ദിവസം എനിക്ക് വന്നു, ഞാൻ എത്ര വലിയ രാജാവെന്ന് എനിക്ക് നോക്കണം. ഈ ദേശത്തുള്ള മറ്റു മിസ്രൈമിലെ ഫറവോനെക്കാട്ടിലും അതുപോലെ സീരിയ പട്ടണക്കാരൊക്കെ എനിക്ക് എത്ര കൊണ്ടുവച്ചു. തന്റെ കമാൻഡറെ വിളിച്ചു, പോയി സെൻസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. യോവാബ് പറഞ്ഞു, അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. വെറുതെ നീ എന്തിനാ പാപം ചെയ്യുന്നു പറഞ്ഞു. ഇല്ല, അവൻ ചെയ്യുവാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ്. അവസാനം എന്താ സംഭവിച്ചത്? 70,000 പേരെ ദൈവം കൊന്നു. 70,000 ആളുകളെ ഇസ്രായേലിൽ കൊന്നു. യുദ്ധവീരന്മാരായ 70,000 പേര്. കാരണം സെൻസസ് എടുക്കുമ്പോൾ വീണ്ടെടുപ്പ് വിലയായിട്ട് അരശേക്കർ വീതം ഓരോരുത്തർക്കും കൊടുക്കണം. ഈ വീണ്ടെടുപ്പ് വില കൊടുക്കാതെ സെൻസസ് എടുത്തത്. അതുകൊണ്ട് ന്യായവിധി അങ്ങോട്ട് വന്നു. ദാവീദിനറിയില്ലേ? ദാവീദിനറിയാം. അതിനുശേഷം ദാവീദിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ദൈവത്തോട് പറഞ്ഞു, ഞാനല്ലോ പാപം ചെയ്ത്, ഈ ജനം എന്ത് പാപം ചെയ്തു? നീ എന്തിനാ അവരെ ശിക്ഷിക്കുന്നത്? കാര്യമില്ല. കല്ല് കയ്യിൽ നിന്ന് പോയതിനു ശേഷം കർത്താവെ ആരും ദേഹത്ത് കൊണ്ടിരുന്നു പറയുന്നത് കാര്യമുണ്ടോ? ട്രംപ് പറഞ്ഞതുപോലെ റഷ്യ എന്നൊക്കെ പറയുന്ന ഇതുപോലെ ഫ്ലാറ്റായിട്ടുള്ള ഭൂമിയെ പറഞ്ഞു, തോക്കിന്റെ അകത്തൊന്നും ഉണ്ടുപോയാൽ പിന്നെ ആരെയെങ്കിലും കൊന്നിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. കാരണം അത്ര ഫ്ലാറ്റാ, വേറെ മലയോ മരമോ ഒന്നുമില്ല. യുദ്ധം നിർത്തുക അല്ലാതെ വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞു ആളെ രക്ഷിക്കാൻ.
എന്ന് പറഞ്ഞതുപോലെയാണ്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. ദാവീദ് വീണുപോയി. ആസായെ കുറിച്ച് അറിയാമല്ലോ. സമയമില്ലാത്തതുകൊണ്ടാ ഞാനിങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞു വന്നു. ആസ എന്തോ ഒരു വലിയ രാജാവായിരുന്നു, എന്തോ ഒരു നല്ല രാജാവായിരുന്നു. പക്ഷെ തന്റെ രാജ്യത്വമൊക്കെ സ്ഥിരമാവുകയും ദൈവം തന്നെ വളരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തെന്ന് ആസയ്ക്ക് തോന്നിയപ്പോ താൻ എന്താ ചെയ്തത്? താന് ദൈവത്തിൽ ആശ്രയിക്കാതെ ആരാൻ രാജാവായ ബെൻഹദദിൽ ആശ്രയിച്ചു. സ്വർണ്ണമുള്ളയെല്ലാം കൊടുത്തയച്ചു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. എന്നിട്ട് ദൈവം തന്റെ പ്രവാചകനെ അയച്ചു. പ്രവാചകനായ ഹനാനിയെ അയച്ചു. ഹനാനി വന്ന് പറഞ്ഞു, നീ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു. ആസ അവനെ പിടി ജയിലിടാൻ. അന്ന് ആസ ജനത്തിൽ അനേകരെ പീഡിപ്പിച്ചെന്ന പറഞ്ഞാൽ, താൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ എല്ലാവരെയും പീഡിപ്പിച്ചു, ഒത്തിരി പേരെ കൊന്നു. ദൈവം അവനെ ശിക്ഷിച്ച അവസാനം അവന്റെ കാലിൽ വലിയൊരു വ്രണം വന്നു. സങ്കടകരമായ കാര്യം എന്താ പറയുന്നത്? ആസ തന്റെ രോഗത്തിൽ ദൈവത്തെ അല്ല, വൈദ്യന്മാരിൽ എത്ര ദൈവം ഇത് വരുത്തിയാണ്. ഞാൻ നോക്കട്ടെ, ഡോക്ടർമാരുണ്ടോ നിന്റെ ദേശത്ത്? ആസയെ പോലെ ഒരു മനുഷ്യനങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ആസയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആസ കോംപ്ലിമെന്റ്സിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു, അനുമോദനത്തിൽ ജീവിക്കുന്ന ആളാണ്. ആസയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോ ആസയുടെ സ്വഭാവം മാറി. ഹനാനി വന്ന് പറഞ്ഞു, നീ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ പട്ടാളം വന്നു, അവരെയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. നീ ചെറിയ പട്ടാളത്തിന് വേണ്ടി എന്തിനാ ദൈവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊണ്ട് ബെൻഹദദിന് കൊടുത്തത്? നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. പിടിയിടാവനെന്ന് പറഞ്ഞു, ജയിലിടെന്ന് പറഞ്ഞു. പീഡിപ്പിച്ചു ജനങ്ങളെ. നമ്മൾ ചിലപ്പോ അങ്ങനെയാ. നമ്മളെ അനുമോദിക്കുമ്പോ ഒരു കുഴപ്പമില്ല, നമ്മളെ ഒന്ന് വിമർശിച്ച് കഴിയുമ്പോ ആകെ പാടെ. ഞാൻ നല്ലവരെന്ന് ഞാൻ വളരെ വിചാരിച്ചിരുന്ന ചില ആളുകളെ അവരുടെ തെറ്റോ കുറ്റമോ നമ്മൾ ചൂണ്ടിക്കാണിച്ചു പോയെങ്കിലുണ്ടല്ലോ, അയ്യോ പിന്നെ ഒരു ആനയെ പോലെ ചവിട്ടി മേടിച്ച് അവിടെ ദേശം. അവര് നല്ലവരാ, അച്ഛൻ നല്ലവനാന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര അച്ഛൻ നല്ലവനാ. അച്ഛാ തെറ്റിപ്പോയിന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആഹാ നീ അത്രയായോ എന്നോട് തെറ്റിപ്പോയെന്ന് പറയത്തേക്കൊന്നും എനിക്ക് തന്റെ ഇടമായോ? നമ്മൾക്കെല്ലാം ഉള്ള പ്രോബ്ലം ആകട്ടോ. നോക്കിക്കോണം, നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങൾ ആരാണെന്ന് കാണിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയാൻ രണ്ട് മാർഗങ്ങളെന്നാ പറയുന്നത്. ഒന്ന്, പ്രശംസയിൽ അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. രണ്ട്, വിമർശനത്തിൽ അവൻ എങ്ങനെയാണ്. പ്രശംസയിൽ അവൻ ഉയർന്നു പൊങ്ങി 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 പോവെങ്കിൽ വിചാരിച്ചോണം അവൻ ആദ്യം താമസിച്ച താഴെ വീഴും. ഉയരത്തിൽ പോയിട്ട് കൈ വലിക്കും, ഢോന്ന് വന്ന് അടിച്ച് താഴെ അങ്ങ് വീഴും, തീരുവാൻ. അതുപോലെ വിമർശനത്തിൽ തൂളിപ്പോകുന്ന ആളുകളും പ്രശംസയിൽ പൊങ്ങാതെയും വിമർശനത്തിൽ തൂളിപ്പോകാതെയും ശാന്തമായി കേട്ടുകൊണ്ട്, ശരി സഹോദരാ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു, അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, നിങ്ങളും എന്നോട് കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വെളിപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. ഞാൻ മനുഷ്യനല്ലേ, തെറ്റിപ്പോകാം. പക്ഷെ എനിക്കിപ്പോൾ അതേക്കുറിച്ച് ബോധമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ തെറ്റുകാരനല്ലെന്ന് വരുന്നില്ല. ഒരുപക്ഷെ എനിക്ക് തെറ്റുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ അതേക്കുറിച്ച് പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കും, നമുക്ക് ഒരുമിച്ച് ഉപവസിച്ചിടാം എന്നല്ലേ പറയേണ്ടത്. എന്നെ വിമർശിക്കത്തൊക്കെ നീ ആളായെന്നാന്ന് ചോദിക്കുന്നു. നമ്മൾ അങ്ങനെ ചോദിക്കുന്നതാണ്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. നിങ്ങളെ ഒരാൾ വിമർശിക്കുകയും നിങ്ങളുടെ കുറ്റം കൂട്ടിക്കാണിക്കുകയും ചെയ്താൽ ശാന്തമായി നിന്നത്, താങ്ക് യു ബ്രദർ, താങ്ക് യു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യമില്ല, പക്ഷേ കുറ്റക്കാരനല്ലെന്നൊന്നും ഞാൻ പറയില്ല. പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ തെറ്റുകാരനല്ലെന്ന് വരുന്നില്ലല്ലോ. അതുകൊണ്ട് പറയണം, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാം, ഞാൻ മറ്റു സഹോദരന്മാരുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് തിരുത്താം. നിങ്ങളത് പറഞ്ഞതിന് വളരെ നന്ദി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനായിട്ട് കഴിയണം. അവരുടെ നേരെ ആക്രമിക്കുകയല്ല, അവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. ആസ ചെയ്തതാണ്. അതുകൊണ്ട് ആസയുടെ ചരിത്രത്തിന്റെ അവസാനം വരുമ്പോൾ വളരെ സങ്കടകരമല്ലേ? ആസ തന്റെ രോഗത്തിൽ ദൈവത്തെ അല്ല, വൈദ്യന്മാരെ അത്രേ ആശ്രയിച്ചത്. യഹോശഫാത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, രാജാവാണ് യഹോശഫാത്ത്. നല്ല രാജാവായിരുന്നു. ഇസ്രായേലിലെ യഹൂദയിലെ നല്ല രാജാക്കന്മാരൊരാളാണ് യഹോശഫാത്ത്. തനിക്ക് ധനം കൊണ്ടും
ഒക്കെ വളരെ വലിയവനായി തീർന്നു. 2 രാജാക്കന്മാർ 2 വൃത്താന്തം 18ന്റെ 1-2 അധ്യായങ്ങൾ വാക്യങ്ങൾ വായിക്കുന്നത് അങ്ങനെയാണ്. യഹോശാഫാത്തിന് ധനവും പ്രശസ്തിയും ഉണ്ടായപ്പോൾ അവൻ ആഹാബുമായി സംബന്ധം കൂടി. തന്റെ മകന് ഒരു ഭാര്യയെ ആവശ്യമാണ്. താൻ ചിന്തിച്ചു, ശലോമോൻ നേരെ പോയി മിസ്രൈമിൽ പോയി ഫറവോന്റെ മോളെ എടുത്തത്. യഹോശാഫാത്ത് ചിന്തിച്ചു, ഞാൻ ഏത് രാജാവിന്റെ മകളെ എടുക്കണം? അന്യജാതിക്കാരനെ വേണ്ട, ആഹാബിന്റെ തന്നെ ആകട്ടെ. പക്ഷെ ആഹാബിന്റെ ഭാര്യ അന്യജാതിക്കാരത്തി ആയിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയി കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും ആഹാബിന്റെ മകളെ അഥല്യായെ കൊണ്ടുവന്ന് സ്വീകരിച്ചു. നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന്. അഥല്യ ഇസ്രയേലിൽ ഭരിച്ച, യഹൂദയിൽ ഭരിച്ച ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ, അത് ഈ അഥല്യ. അവളെന്താ ചെയ്തത്? അവളുടെ രാജസന്ധതിയിൽപ്പെട്ട എല്ലാവരെയും കൊന്നുകളഞ്ഞു. അവസാനം എന്താ സംഭവിക്കുന്നത്? അവളെയും കൊല്ലപ്പെട്ടു. ഈ യഹോശാഫാത്ത് എന്ന് പറഞ്ഞ വലിയൊരു രാജാവിന്റെ ഒരു സംബന്ധം, ഒരു വിവാഹം, മകന്റെ ഒരു വിവാഹം ആലോചിച്ചു. എനിക്കൊരു കുടുംബത്തെ അറിയാം, നിങ്ങൾക്കറിയില്ല. അവരെ ഈ ദേശത്തെ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ. അപ്പൊ അവരുടെ 2 ആൺപിള്ളേരുള്ളത്. ഈ 2 ആൺപിള്ളേർക്ക് ഭാര്യമാരെ കൊണ്ടുവരും. ഇവിടുന്ന ഭാര്യമാരെ കൊണ്ടുവരുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ എങ്ങും അവർക്ക് യോഗ്യരായ ആളുകളില്ല. അതിന് അവര് നിരണം ഭാഗത്ത് പോയി 1000 പ്ര കുഞ്ചതലങ്ങളുള്ളതായിരിക്കുന്ന വലിയ മുതലാളിമാരുടെ 2 മുതലാളിമാരുടെ മക്കളെ കൊണ്ട്, വിശ്വാസികളല്ല, അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളല്ല, നന്നായിട്ട് കുട്ടിക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വലിയ തറവാട്ടിലെ ആളുകൾ. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഈ വളരെ ധനം ഉണ്ടായിരുന്നതായിരിക്കുന്ന ഈ കുടുംബം അവസാനം തെണ്ടി ജീവിക്കേണ്ടതായിട്ട്. അമ്മായപ്പൻ, അതായത് അവിടുത്തെ അപ്പച്ചന് 2 ആൺപിള്ളേർക്ക് വീതം വെച്ച് കൊടുത്തത് 50 ഏർ കാള വീതം ഓരോരുത്തർക്ക് കൊടുത്തത്, 50 ജോഡി കാള. നിലം അത്രയധികം ഉണ്ടായിരുന്നു കൂട്ടാനായിട്ട്. ബാക്കിയെല്ലാം അതുപോലെയായിരുന്നു. അപ്പച്ചൻ പാടത്തുനിന്ന് വരുമ്പോ ഉണ്ട് അതിൽ വലിയൊരു കാളയെ കൊന്നിട്ടിരിക്കുക. വിലക്കാരൻ വിടാ, ആ കാളെ പിടിച്ചു കൊണ്ട് കൈക്കുറങ്ങ് വിളിച്ചു ബാക്കി നിങ്ങൾ കൊണ്ടുവന്നോളാം. അടുത്ത ആഴ്ച ഒരെണ്ണത്തിന്. അങ്ങനെ 50 ആഴ്ച കൊണ്ട് 50 കാളെ പോയി. 4 ഏക്കർ വസ്തുവാണ് മത്സ്യം വാങ്ങിച്ച മത്സ്യക്കാരൻ എഴുതി കൊടുക്കേണ്ടത്. എന്റെ അപ്പച്ചൻ, ഞാനും കൂടെ പോകുമ്പോ അപ്പച്ചൻ പറയും, മോനെ ആ വസ്തു ഉണ്ടല്ലോ, അത് മീൻകാരൻ കൊടുത്ത വസ്തുവാ, 4 ഏക്കർ. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, മക്കൾക്ക് കല്യാണം ആലോചിച്ച് കെട്ടുമ്പോ എവിടുന്ന് കെട്ടണം? നമ്മുടെ നിലവാരത്തിനൊത്തത് വേണ്ടയല്ലേ? മോശമല്ലേ? പക്ഷെ നിലവാരത്തിനൊത്തതിനെ കിട്ടി. പക്ഷെ ആത്മീയ നിലവാരം ഒഴികെ ബാക്കിയെല്ലാം നിലവാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുത്തുവാള എടുത്ത് തീരേണ്ടത് ആവശ്യമാണ്. ഈ മക്കൾക്കൊക്കെ വിവാഹം ആലോചിക്കുമ്പോഴൊക്കെ ആലോചിക്കണം, പെണ്ണ് നല്ല ആയ മാത്രം പോരാ, പെണ്ണ് സുന്ദരിയായ മാത്രം പോരാ, പെണ്ണ് ജോലിക്കാരിയായ മാത്രം പോരാ, പിന്നെ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെയുണ്ട്. എനിക്കറിയാവുന്ന വേറെ ദൈവദാസൻ, ഭയങ്കര കുടിയനായൊരു മനുഷ്യൻ, വലിയ പണക്കാരൻ, രക്ഷിക്കപ്പെട്ടായിരുന്നു. അവള് മാത്രമേ ആ വീട്ടിൽ രക്ഷിക്കപ്പെട്ടു വന്നുള്ളൂ. അപ്പനും ആങ്ങളമാരും ഇല്ല, ഭയങ്കര കുടിയന്മാര്, ഭയങ്കര സ്വത്തുകാർ. അപ്പൊ ഇപ്പൊ നല്ല പെണ്ണ. എനിക്ക് അമ്മച്ചി അറിയാം, അമ്മച്ചിയെ കല്യാണം കഴിച്ചിട്ട് വന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? മക്കളെല്ലാവരും അവധിക്കാലാവുമ്പോ അമ്മ വീട്ടിൽ പോവും. അമ്മ വീട്ടിൽ എന്താണ്? ചെത്തുണ്ടെങ്കിൽ ഡസൻ കണക്കിന് തെങ്ങും ഡസൻ കണക്കിന് പനകളും ചെത്തി ഇഷ്ടംപോലെ കുടിക്കുക, അതിൻ്റെ അകത്ത് കിടന്നാ കുളിക്കുന്നത്. മക്കളെല്ലാം കുടിയന്മാർ. ഈ ദൈവദാസന്റെ മക്കളെല്ലാം കുടിയന്മാരായി. ദൈവദാസൻ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ മോനിവിടെ കുടിച്ച് റോഡിൽ കിടക്കുക മലർന്ന്. എന്റെ കഷ്ടം. അപ്പോ യഹോശാഫാത്ത് കാണിച്ചത് അതാണ്. തന്റെ മകന് തന്റെ രാജ്യത്വത്തിനും പ്രൗഢിക്കും യോഗ്യമായ ഒരു ആലോചന. ആഹാബിന്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു ഇരിക്കട്ടെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പം കുത്തുവാള എടുത്തു. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കട്ടെ. ഒരാളെ കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. യോവാശ് എന്ന് പറഞ്ഞ ഒരു രാജാവ് കേട്ടിട്ടില്ലേ? ദാവീദിന്റെ ശലോമോന്റെ കാലം മുതൽ അതുപോലെ നല്ല രാജാവില്ല.
ഈ ദുഷ്ടയായിരിക്കുന്ന അഹല്യ എല്ലാ രാജകുമാരന്മാരെയും കൊന്നപ്പോ യോവാശിനെ അവന്റെ സഹോദരി, അവന്റെ അപ്പന്റെ സഹോദരി മോഷ്ടിച്ചു കൊണ്ടുപോയി. ഓക്കെ, അവൻ നല്ല രാജാവായിട്ടാണ് വന്നത്. പക്ഷേ അവനെ സഹായിച്ചു വന്നതായിരിക്കുന്ന മഹാപുരോഹിതൻ മരിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? അവനെ ഉപദേശിച്ച വേറെ കുറച്ച് ദുഷ്ടന്മാരുണ്ടായിരുന്നു, അവരുടെ വഴിയിലേക്ക് തിരിഞ്ഞു. അവൻ പാപം ചെയ്തു. ഈ മഹാപുരോഹിതന്റെ യഹോയാദാ മഹാപുരോഹിതന്റെ മകനായിരിക്കുന്ന സെക്കരിയാവിനെ ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് വാളുകൊണ്ട് കല്ലെറിഞ്ഞ് ഭയങ്കരമായി. അതായത് ഒരു നല്ല മനുഷ്യൻ അവനെ ഉപദേശിച്ചു വന്ന നാളുകളിൽ അവൻ നല്ലവനായിരുന്നു. ആ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ സ്ഥാനത്ത് വന്ന ഉപദേഷ്ടാക്കന്മാരാരാണ്? ദുഷ്ടന്മാരായ മനുഷ്യരായിരുന്നു. അപ്പം നിൽക്കുന്നു എന്നുള്ളത് വീഴാതിരിക്കാൻ സൂക്ഷിക്കണ്ടേ? അവർ ഉപദേഷ്ടാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടേ? എന്നെ ഇതുവരെ ഉപദേശിച്ചു വന്ന ഭക്തനായ ഒരു മനുഷ്യനാണ്, യഹോയാദാ പുരോഹിതനാണ്. പുരോഹിതൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനായ സെഖരിയാവിനെ ഉപദേശിക്കേണ്ടത്. ദുഷ്ടന്മാരായ പ്രഭുക്കന്മാരെ ഞാൻ അനുവദിക്കുകയില്ല, അനുവദിച്ചത് കൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടത്. അപ്പൊ അതുപോലെയാണ് ചില സമയങ്ങളിൽ. നമുക്കറിയാം, ശലോമോൻ മരിച്ചപ്പോ ശലോമോന്റെ മകൻ, ശലോമോന്റെ കാലത്തുണ്ടായിരുന്ന ഉപദേഷ്ടാക്കന്മാർ മകൻ എന്താ ആലോചന കൊടുത്തത്? നീ ജനത്തിന്റെ ഭാരം കുറച്ചു കൊടുക്കണം. എന്നാൽ അവന്റെ കൂടെ വളർന്നതായിരിക്കുന്ന ചെറുപ്പക്കാരെന്താ പറഞ്ഞത്? തെറ്റായിരിക്കുന്ന ഉപദേശം. അതുകൊണ്ട് രാജ്യം 10 ഗോത്രങ്ങള് നഷ്ടപ്പെട്ടു, 2 ഗോത്രം മാത്രം. അപ്പൊ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മള് ശക്തന്മാരായിരിക്കാം, ഭക്തന്മാരായിരിക്കാം, ദൈവവചനം പ്രസംഗിക്കുന്നവരായിരിക്കാം, മിഷണറിമാരായിരിക്കാം, വേലക്കാരായിരിക്കാം, മൂപ്പന്മാരായിരിക്കാം, ഡീക്കന്മാരായിരിക്കാം, വളരെ ഭക്തന്മാരായ അമ്മച്ചിമാരായിരിക്കാം. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ സൂക്ഷിക്കണം, കർത്താവേ ഇന്ന് ഞാൻ വീഴരുത്. ഞാൻ നിങ്ങളോട് രഹസ്യം പറഞ്ഞു നിർത്താം. ഒരു മനുഷ്യൻ വീഴുന്നത് ഒന്നുകിൽ അവന്റെ ഏറ്റവും ശക്തിയുള്ള മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഏറ്റവും ബലഹീനമായ മേഖലയിലായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പൊ വിചാരിച്ചുള്ളൂ, ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരുപാട് സംസാരിക്കുക എന്നുള്ള നിങ്ങളുടെ ശക്തി എന്ന് വിചാരിച്ചു. നിങ്ങൾ വീഴാൻ പോകുന്നത് ആവശ്യമില്ലാത്ത സംസാരത്തിനായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും അഭിപ്രായം പറയും, എന്നാൽ ആരോടും ഭയമില്ലാത്ത അഭിപ്രായം പറയുന്ന സംസാരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കയറി ആവശ്യമില്ലാത്തത് പറയും. അതോടുകൂടെ നിങ്ങളുടെ കഥ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീന വശത്തായിരിക്കും, ദ്രവ്യാഗ്രഹമായിരിക്കാം നിങ്ങളുടെ ബലഹീന വശം. എന്ത് സംഭവിക്കും? അവിടെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ബലമുള്ള വശം ഏതാണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ ബലഹീനത വശം ഏതാണെന്ന് പറയണം. ഈ 2 വശങ്ങളിലും സാത്താൻ നിങ്ങളെ വീഴ്ത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ബലമുള്ള വശത്ത് ഞാൻ വീഴുകയില്ല, അവിടെ ആയിരിക്കാം വീഴാൻ സാധ്യത. ചിലപ്പോൾ വിചാരിക്കും എൻ്റെ ബലഹീന വശം ഞാനത് വീഴുകയില്ല, കാരണം ഞാൻ അതേക്കുറിച്ച് വളരെ ബോധവാനാണ്. പക്ഷെ അവിടെ ആയിരിക്കും ചിലപ്പോൾ വീഴുന്നത്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അവിടെ നമുക്ക് ഏറെ ശ്രദ്ധിക്കാം. നാളെ നമ്മളെപ്പറ്റി ആരും ഇത് പറയാതിരിക്കട്ടെ വീണുപോയെന്ന്. അയ്യോ ആ ദൈവദാസ് വീണുപോയി കേട്ടോ, അയക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അത് നല്ല മനുഷ്യനായിരുന്നു, അയാൾ വീണുപോയി. അങ്ങനെ സംഭവിക്കരുത്. അതെനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എബ്രഹാം തോമസ് അവരും വീണുപോകരുത്. 83 വയസ്സായി, ഇനി വീണാ ഭയങ്കര വീഴ്ചയായിരിക്കും. വീഴാതെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പക്ഷെ നാം നമുക്ക് വേണ്ടി തന്നെ, നമ്മെക്കുറിച്ച് തന്നെ ബോധവാന്മാരായി നമ്മുടെ ബലമുള്ള വശവും ബലഹീനമായ വശവും എവിടെയാണ് വീഴാൻ സാധ്യതയുള്ളത് എന്ന വിഷയങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ നാം ജീവിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞത്? നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടി. ഞാൻ പഴയതിലുള്ള ചരിത്രം പറഞ്ഞതല്ല, ഇതെല്ലാം എഴുതിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ്. യോവാശായാലും യോശേവായാലും യഹോശവാത്തായാലും ഇങ്ങനെയുള്ള എല്ലാവരും, ദാവീദായാലും മോശ ആയാലും അബ്രഹാം ആയാലും എല്ലാം എഴുതിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ്. ഇവരൊന്നും സാധാരണ ദൈവദാസന്മാരല്ല, വലിയ ശക്തന്മാരായ ദൈവദാസന്മാരാണ്. അവരൊക്കെ വീണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ ഏത് മനുഷ്യനും വീഴാം. എന്നാൽ വീഴേണ്ട ആവശ്യമില്ല. അവരെ പോലെ നാമും മോഹിക്കാതിരിക്കേണ്ടതിന്, അവരെ പോലെ നാമും വീഴാതിരിക്കേണ്ടതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീഴേണ്ട ആവശ്യമില്ല. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കണം.